ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന ഈ അർച്ചനയുടെ കാര്യമാണ്. നിങ്ങൾക്കറിയാം, 2017 ശസ്ത്രക്രിയക്കിടയിൽ വയറ്റിൽ കത്രിക കുടുങ്ങിപ്പോയ അർച്ചനയുടെ കഥ. കോഴിക്കോട്ടുകാരി അർച്ചന 5 കൊല്ലം ഈ കത്രിക കൊണ്ടു നടന്നതിന് ശേഷമാണ് 2022 കഴിയുമ്പോൾ നമ്മോട് പറയുന്നത്, ഇങ്ങനെ കത്രിക കുടുങ്ങിപ്പോയി, ശസ്ത്രക്രിയക്കിടയിൽ ഡോക്ടർ വെച്ച് മറന്നുപോയ കത്രിക അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇനി ഈ കത്രിക കൊണ്ട് മിക്കവാറും മരണം വരെ ജീവിക്കേണ്ടി വരുമെന്ന അവസ്ഥയാണ്. അപ്പോഴാണ് ഒരു സർക്കാർ സാമ്പത്തിക സഹായം 2 ലക്ഷം രൂപയോ മറ്റോ പ്രഖ്യാപിച്ചു. എന്നാൽ ഇതുവരെ അവർക്ക് 1 രൂപ കിട്ടിയിട്ടില്ല. എന്നാൽ അവർ സെക്രട്ടേറിയറ്റ് അവിടെ സമരത്തിന് പോയി. അവിടെ സമരം ചെയ്തതിനിടയിൽ പ്രതിപക്ഷ നേതാവ് 2 ലക്ഷം രൂപ ഓഫർ ചെയ്തു സഹായം എന്ന രീതിയിൽ. അതിൽ 1 ലക്ഷം രൂപ ഇന്ന് കൊടുത്തു. സർക്കാർ എന്നെ പറ്റിച്ചു എന്നാണെന്ന് അർച്ചന പറഞ്ഞത്. അർച്ചനയോടത് ചെയ്യരുതായിരുന്നു. സർക്കാർ ഇനിയും സമയം പോയിട്ടില്ല. കാരണം കടുത്ത അവഗണനയാണ് അവർക്ക് അനുഭവിച്ചത്. ഒരിക്കലും ഒരു ശസ്ത്രക്രിയയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത പിഴവാണ് ഇവരുടെ കാര്യത്തിൽ സംഭവിച്ചത്. അപ്പം മരണം വരെ ഈ വേദനയുമായി കഴിയേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ട്. അവരുടെ സഹായം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വരഹിതമാണ് എന്നെനിക്ക് തോന്നുന്നു. പ്രൈം ടൈം ആരംഭിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് ഈവനിങ്. ഞാൻ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്ന് ഇന്ന് സ്വർണം കണ്ടുപിടിച്ചു. പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ പരിശോധന നടക്കുകയാണ് ഇപ്പോഴും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സംഘം ചെന്നൈയിലെ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച് നടത്തുന്ന തെളിവെടുപ്പ് ഇന്ന് 3-ാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ അമ്പത്തൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്തുകയാണ്. കൂടെ ഇരുത്തി ചോദ്യം ചെയ്തു. ഇപ്പോൾ അവസാനം ഈ പറയുന്ന കുറ്റം നടന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയാണ്. ചെന്നൈയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോയിരിക്കുന്നത്. ഒരുപക്ഷെ പോറ്റിയുടെ ജീവിതം ഇങ്ങനെ മാറി മറിയും എന്ന് അദ്ദേഹം മനസ്സിലാക്കി കാണില്ല. തമിഴ്നാട്ടിലെ അമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഇതിൻ്റെ സംഭവം ഒരുക്കി മാറ്റി കഴിഞ്ഞാൽ ആരും അറിയില്ല എന്ന് കരുതിയെങ്കിൽ പോറ്റിക്ക് ജീവിതത്തിൽ തെറ്റി. പോറ്റിയെ പോലെ അപരാധം ചെയ്യുന്ന ആളുകൾക്കെല്ലാം മാതൃകയാണ് പോറ്റിയുടെ ഈ വല്ലാത്ത തകർച്ച എന്ന് വേണമെങ്കിൽ പറയാം. ശബരിമല അയ്യപ്പൻ്റെ പൊന്ന്, ഒരു തരി പൊന്നു പോലും നഷ്ടപ്പെടുത്തില്ല എന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോഴും കിലോ കണക്കിന് സ്വർണം അടിച്ചുകൊണ്ട് പോയ കഥയാണ് ഈ സ്വർണ്ണപ്പാളി ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഈ അന്വേഷണം വളരെ തകൃതിയായിട്ട് നടക്കുകയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ വിശ്വാസമുണ്ട് ഈ അന്വേഷണത്തിൽ. വളരെ വളരെ ദുരിതമായി വളരെ വേഗത്തിൽ അന്വേഷണം നടക്കുന്നു. ചെന്നൈയിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചെന്നൈയിലെ അമ്പത്തൂരിൽ ഈ സ്വർണ്ണം ഒരുക്കി മാറ്റിയെന്ന് വിശ്വസിക്കുന്ന അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്ന അന്വേഷണത്തിൻ്റെ ദൃശ്യമാണ്. ഇപ്പോൾ അവിടെ നിന്ന് മുഹമ്മദ് റഹീസ് അമ്പത്തൂരിൽ നിന്ന് ചേരുകയാണ്. റഹീസെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സ് അവിടെ നിന്ന് എന്താണ്? ദീപകെ, ഇറങ്ങുമ്പോൾ അതിൽ ഈ ഞാനും നോക്കുന്നു. ഇപ്പോൾ അമ്പത്തൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ 3-ാം മണിക്കൂറിലധികമായി നടത്തുന്ന അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസ് നടത്തുന്ന പരിശോധന 3-ാം മണിക്കൂറിലേക്ക് കടന്നു എന്നാണ് അവിടെ നിന്നും ചെന്നൈയിൽ നിന്നും നമ്മുടെ പ്രതിനിധി റഹീസ് അറിയിക്കുന്നത്. എന്തായാലും പോറ്റിക്ക് ഇനി ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. എല്ലാം കൃത്യം പറഞ്ഞേ പറ്റൂ. ആ രീതിയിലുള്ള ഇവരെല്ലാം പിടിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കുടുങ്ങിക്കഴിഞ്ഞു, കോട്ട് റെഡ് ഹാൻഡഡ് എന്നൊക്കെ ആലങ്കാരികമായി പറയില്ലേ, അതുപോലെയാണ്. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ നിന്ന് സ്വർണം കണ്ടെത്തി എന്നുള്ള വാർത്തയും കൂടി വരികയാണ്. 150 ഗ്രാം സ്വർണ്ണമാണ് അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ 150 ഗ്രാം സ്വർണം ഇതിൻ്റെ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമാണോ എന്നറിയില്ല. എന്തായാലും പോറ്റിയുടെ ഫ്ളാറ്റിലും അപ്പാർട്ട്മെൻറ്റിലും പരിശോധന നടന്നു. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും SITയുടെ പരിശോധന നടക്കുകയാണ്. വളരെ വേഗത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നുള്ള കാര്യം പറയാം. ഇപ്പോൾ അമ്പത്തൂർ സ്മാർട്ട് ക്രിയേഷൻ്റെ മുന്നിൽ നിന്ന് മുഹമ്മദ് റഹീസ് വീണ്ടും ചേരുന്നു. റഹീസ്, പറയൂ വിശദാംശങ്ങൾ, അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്?
SK ഈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും പരിശോധന ആരംഭിച്ച് 3 മണിക്കൂർ പിന്നിടുമ്പോൾ ഒരു സംഘം പോലീസിന്റെ ഒരു സംഘം ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആ വാഹനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ഈ SIT ഇവിടേക്ക് എത്തിയത്. അപ്പോൾ അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിൽ എത്തിയ പോലീസ് സംഘം അവർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഈ ടെമ്പോ ട്രാവലർ പോലുള്ള വാഹനത്തിൽ എത്തിയ ആ സംഘം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും SP വാഹനം ഇതിനുള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ SP വാഹനം ഉള്ളിലുണ്ട്, മറിച്ച് ഈ സംഘം ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. നിലവിൽ പരിശോധന നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ SP ഒപ്പം തന്നെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയും നിലവിൽ ഈ സ്മാർട്ട് ഉള്ളിലുണ്ട്. നിലവിൽ ആ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വർണം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയും ഉള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില രേഖകൾ കണ്ടെടുക്കാനുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ സമീപിച്ചത് മുതൽ ഇങ്ങോട്ടുള്ള 2019-ലെയും 2025-ലെയും രേഖകൾ പലതും കണ്ടെത്താനുണ്ട്. ആ രേഖകൾ കണ്ടെടുക്കുക. അതിനപ്പുറത്തേക്ക് ചില സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള ചില കണ്ടെത്തലുകൾ കൂടി ആവശ്യമുണ്ട്. കാരണം ഈ ആദ്യം 2019 ഇവിടെ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്തിച്ച സ്വർണ്ണപ്പാളിയിൽ നിന്നും സ്വർണം ഉരുക്കിയെടുത്ത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചതെന്നാണ് നിലവിൽ SITയുടെ അനുമാനം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നും കണ്ടെത്താനുണ്ട്. മാത്രമല്ല സ്മാർട്ട് ക്രിയേഷൻസ് ഏതാണ്ട് 109 ഗ്രാം സ്വർണമാണ് ഇതിന് പണിക്കൂലിയായി വാങ്ങിയത് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. അപ്പോൾ ആ സ്വർണ്ണമടക്കം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതല്ല ഇനി ഏതെങ്കിലും കൂടുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർക്ക് എന്തെങ്കിലും അധികം സഹായം നൽകിയിട്ടുണ്ടോ, സ്മാർട്ട് ക്രിയേഷൻസ് തിരിച്ച് ഏതെങ്കിലും തരത്തിൽ സഹായം നൽകിയിട്ടുണ്ടോ, ഈ 2019 തന്നെ ഈ ഇത്തരത്തിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത പാളികളിൽ പിന്നെ എങ്ങനെയാണ് 2025 ആകുമ്പോഴേക്കും ഒരു വലിയ ഒരു ഡിപ്ലീഷൻ ഉണ്ടാകുന്നു, ഒരു മോശം സ്ഥിതി ഉണ്ടാവുകയും അത് പിന്നെയും പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത സാഹചര്യം എന്താണ്, അതിനുള്ളിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ SIT സംഘം അന്വേഷിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് അവർ ഇവിടേക്ക് എത്തിയിരുന്നു. ഇവിടേക്ക് എത്തി 3 ദിവസം ഏതാണ്ട് 55 മണിക്കൂറോളം ഇവിടെ അകത്ത് പരിശോധന നടത്തി CEOയുമായും വൈസ് പ്രസിഡന്റുമായും ഒക്കെ സംസാരിച്ച് അതിനുശേഷം ചില രേഖകളൊക്കെ കണ്ടെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ SIT സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വൈകിട്ട് 5:15 സ്മാർട്ട് ക്രിയേഷൻസിലെ ഈ ഒരു ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അമ്പത്തൂരിൽ നിലവിൽ SIT സംഘമുണ്ട്. അതിൽ കുറച്ച് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതിന്റെ കൃത്യമായി അവർ എന്തിനാണ് പുറത്തു പോയതെന്നുള്ള വിവരം ലഭ്യമല്ല. പക്ഷേ നിലവിൽ SP അടക്കമുള്ളവർ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ ഈ തെളിവെടുപ്പ് നടപടികളൊക്കെയും ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണം കണ്ടെത്തിയതിനൊക്കെ ശേഷം മാത്രമാകും ഈ സംഘം ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. നേരത്തെ പുറത്തുണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം പിന്നീട് അകത്തേക്ക് കൊണ്ടുപോയി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈദ്യ പരിശോധനയ്ക്കായിട്ടാണ് നിലവിൽ അമ്പത്തൂർ റോട്ടറി ക്ലബ്ബ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് നിലവിൽ അറിയുന്നത്. നമ്മൾ ഈ അമ്പത്തൂരിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ റോട്ടറി ക്ലബ്ബ് ആശുപത്രി ഉള്ളത്. തൊട്ടടുത്ത റോഡിൽ തന്നെയാണ്. അവിടേക്കാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയിരിക്കുന്നത്. എല്ലാ ദിവസവും വൈദ്യ പരിശോധന നടത്തണമെന്ന് അടക്കമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി റോട്ടറി ആശുപത്രിയിലേക്ക് നിലവിൽ കൊണ്ടുപോയി എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നു. എന്നിട്ട് ആ സംഘം ഇവിടേക്ക് തന്നെ തിരികെ വരാനാണ് സാധ്യത. അതുകൊണ്ടാണ് SP അടക്കമുള്ളവർ ഇവിടെ തന്നെ തുടർന്നത്. നിലവിൽ CEOയും SPയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഈ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ ഇവർ തമ്മിൽ ആണ് ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യലും മറ്റ് തെളിവെടുപ്പ് നടപടിക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഘം പുറത്തുപോയി. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നുകൂടി ഇതിന് ഉള്ളിലേക്ക് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഉള്ളിലേക്ക് കൊണ്ടുപോകും. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കീ പോയിന്റ് ആണ്. ഈ പോയിന്റ് വെച്ചാണ് പലതരത്തിലുള്ള ക്രമക്കേടുകൾക്കും തുടക്കമിടുന്നത്. വലിയ പദ്ധതികളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി നെയ്യുമ്പോൾ അതിന്റെ ഒപ്പമാണോ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ടായിരുന്നത് എന്നുള്ള ചിന്തയാണ്, എന്നുള്ളൊരു ആ ഒരു രീതിയിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യഘട്ടത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് 24-നോട് നടത്തിയ പ്രതികരണം, അത് ആദ്യം വന്ന അവരുടെ പ്രതികരണം ഒരു തരത്തിലും ഈ സ്വർണ്ണക്കൊള്ളയുമായി തങ്ങൾക്ക് മുഹമ്മദ് റയീസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അമ്പത്തൂരിൽ നിന്ന്. അവിടെ സ്മാർട്ട് ക്രിയേഷൻസിൽ അറ്റകുറ്റപ്പണിക്കാണ് കൊണ്ടുപോയത്. സ്വർണം ശരിക്കും ഉരുക്കാൻ ശ്രമിച്ചതും നടത്തിയതുമൊക്കെ ഹൈദരാബാദിലാണ്. ഇപ്പോൾ ബാംഗ്ലൂരിലെ മല്ലേശ്വരത്ത് നിന്ന് അരുൺ പൂപ്പറമ്പ കൂടി ചേരുകയാണ്. മല്ലേശ്വരത്താണ് നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ അപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അവിടെ നിന്നും അരുൺ പൂപ്പറമ്പ ചേരുന്നു. അവിടെയും ഇന്ന് SITയുടെ പരിശോധന ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 150 ഗ്രാം സ്വർണ്ണവും കണ്ടെടുത്തിട്ടുണ്ട്. ഈ സ്വർണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി എന്തെങ്കിലും ബന്ധമുള്ള സ്വർണ്ണമാണോ എന്നുകൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. അരുൺ പൂപ്പറമ്പ, താങ്കൾക്ക് സ്വാഗതം പ്രൈം ടൈമിലേക്ക്. എന്താണ് അവിടെ നിന്നുള്ള മല്ലേശ്വരത്തു നിന്നുള്ള വിവരങ്ങൾ, അപ്ഡേറ്റ്സ്?
SKN പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ന് നടന്നത്. അതിൽ 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ചെന്നൈയിലും അതോടൊപ്പം തന്നെ ബംഗളൂരുവിലും ഒരേ സമയം പരിശോധന നടത്തുന്നു. അതിൽ ചെന്നൈയിലെ പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യത്തിലാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ അവിടെ ഈ തെളിവ് ശേഖരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗളൂരുവിലെ മല്ലേശ്വരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇപ്പോൾ 10 മണിക്കൂറായി പരിശോധന തുടരുകയാണ്. 10 മണിക്കൂർ പിന്നിടുകയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടങ്ങിയിട്ട്. ഇപ്പോഴും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിന് മുന്നിലാണ്. ഇപ്പോഴും പരിശോധന അകത്ത്, അതായത് 4ാമത്തെ നിലയിലാണ് അപ്പാർട്ട്മെന്റ് ഉള്ളത്. അവിടെ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് ഒരു നിർണായകമായിട്ടുള്ള വിവരം കൂടി പുറത്തു വന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും സ്വർണം കണ്ടെടുത്തിരിക്കുന്നു എന്ന നിർണായകമായ വിവരം അല്പസമയം മുമ്പാണ് ലഭിച്ചത്. അത് സ്വർണ്ണാഭരണങ്ങളാണ് ലഭിച്ചത്. 150 ഗ്രാമിലധികമുള്ള സ്വർണ്ണാഭരണങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. പക്ഷേ അത് ഈ ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയിൽ നിന്നും വേർതിരിച്ച സ്വർണത്തിന്റെ ഭാഗമാണോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അതിന്റെ ഉറവിടം പരിശോധിക്കുന്നു എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും സ്വർണം കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ തിരുവനന്തപുരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും സമാനമായി സ്വർണം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ബംഗളൂരുവിലെ ഈ പരിശോധനകൾ വളരെ നിർണായകമാണ്. കാരണം ഇതിൻ്റെ ഈ കുറ്റകൃത്യത്തിൻ്റെ, അതായത് ഈ ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുവന്ന് അത് ഈ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നാഗേഷ് എന്ന വ്യക്തിക്ക് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൈമാറിയത് ബംഗളൂരുവിൽ നിന്നാണ്. അതിൻ്റെ ആസൂത്രണം, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതുമായി ബന്ധപ്പെട്ട ചില സഹായങ്ങൾ ലഭിച്ചത് ഇവിടെ നിന്നാണ്. ചില സ്പോൺസർമാരുടെ പേരുകളൊക്കെ നേരത്തെ ഉയർന്നു വന്നിരുന്നു. അത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. നിലവിൽ സ്വർണം പിടികൂടിയതുകൊണ്ടാണ് മണിക്കൂറുകൾ നീണ്ട പരിശോധനയും അതിൻ്റെ നടപടിക്രമങ്ങളും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് രാവിലെ സംഭവിച്ച വളരെ നിർണായകമായിട്ടുള്ള കാര്യം, ഈ സ്വർണം കണ്ടെത്തിയിട്ടുള്ള, അതായത് സ്വർണ്ണപ്പാളിയിൽ നിന്നും വേർതിരിച്ച സ്വർണം കണ്ടെടുത്തിട്ടുള്ള വിവരം പുറത്തു വന്നു. അത് കർണാടകയിലെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനിൽ നിന്നാണ് ആ സ്വർണം കണ്ടെടുത്തത്. നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ആ വിവരമുണ്ടായിരുന്നു. അവർ കൃത്യമായ സ്വർണം വീണ്ടെടുക്കാൻ സാധിച്ചു എന്നുള്ളതും നിർണായക നീക്കമാണ്. ഇനി ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ കേന്ദ്രീകരിച്ച് ഇതിൽ കുറ്റകൃത്യത്തിൽ നടന്നിട്ടുള്ള രീതികൾ, അത് ആരൊക്കെ സഹായിച്ചു, ആരൊക്കെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉള്ള തെളിവ് ശേഖരണമാണ് ഒരേ സമയം അന്വേഷണ സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി മല്ലേശ്വരത്തു നിന്നും ചേർന്നത്. അസീന ഷാജി പറയുന്നു, കടൽ കാണാൻ വേണ്ടി വിളിച്ചിരുന്നു 24 നിന്ന്, സന്തോഷമായി പോയി കടൽ കണ്ടുവരിക. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2ാം പ്രതി മുരാരി ബാബുവിൻ്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെത്തിയ SIT സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് കണ്ടുപിടിച്ചത്. 2019 പെരുന്നയിൽ വീട് നിർമ്മിച്ചതിനെക്കുറിച്ചും SIT അന്വേഷിക്കും. വീട്ടിലേക്ക് ആവശ്യമായ തേക്കും തടികൾ എത്തിച്ചത് ക്ഷേത്രാവശ്യങ്ങൾക്ക് എന്ന പേരിലാണെന്നാണ് SITക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു 4 മണിക്കൂറോളം നീണ്ട പരിശോധന. പെരുന്നയിൽ കോടികൾ ചെലവഴിച്ച് മുരാരി ബാബു നിർമ്മിച്ച വീടിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച് അന്വേഷണം നടത്തും. വീട്ടിലേക്ക് ആവശ്യമായ തേക്കുതടികൾ എത്തിച്ചത് ക്ഷേത്രാവശ്യങ്ങൾക്ക് എന്ന പേരിലാണെന്നാണ് SITക്ക് ലഭിച്ച വിവരം. മഹസറിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ പ്രസിഡന്റ് A പത്മകുമാറും ദേവസ്വം കമ്മീഷണർ N വാസുവും കണ്ടിരുന്നെന്നാണ് മുരാരി ബാബുവിന്റെ മൊഴി. റിമാൻഡിൽ കഴിയുന്ന മുരാരി ബാബുവിനെ 28-ന് ഹാജരാക്കണമെന്ന് റാന്നി കോടതി നിർദ്ദേശിച്ചു. അതേസമയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തി. ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്തവരെ കൽത്തുറുങ്കിലടയ്ക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആരായിരുന്നാലും അവരെ കൽത്തുറുങ്കിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലപാട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈദ്യപരിശോധനയ്ക്കായി അമ്പത്തൂർ റോട്ടറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. SP ശശിധരൻ, റോട്ടറി സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി എന്നിവർ ഇപ്പോഴും ഉള്ളിൽ തന്നെ ആണ്. അവരോടുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.
മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJP ഇന്ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞു. മന്ത്രി VN വാസവൻ രാജിവെക്കണം, ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം, ഇതൊക്കെയായിരുന്നു BJPയുടെ ആവശ്യം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കാര്യം ഊന്നി പറഞ്ഞു. സമരത്തിലും പാർട്ടിയിലെ ഭിന്നത പക്ഷേ മറന്നീക്കി പുറത്തു വന്നു. സമരത്തിൽ നിന്ന് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ K മുരളീധരനും K സുരേന്ദ്രനും വിട്ടുനിന്നു. കോരിച്ചൊരിയുന്ന മഴയിലും കനത്ത വെയിലിലും പ്രവർത്തകർ ശരണം വിളിയും മുദ്രാവാക്യങ്ങളുമായി കന്റോൺമെന്റ് ഒഴികെയുള്ള 3 ഗേറ്റുകൾ ഉപരോധിച്ചു. സമരത്തിനിടെ പ്രവർത്തകർ വാഹനം തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ഓട്ടോറിക്ഷ ഡ്രൈവറും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കൊള്ളയനെ കൊള്ളയായിട്ട് ഞങ്ങൾ കാണും, കൊള്ളക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് ജയിലയക്കും. അതിനിടെ ഉപരോധത്തിൽ നിന്ന് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ V മുരളീധരനും K സുരേന്ദ്രനും വിട്ടുനിന്നത് പാർട്ടിയിലെ ഭിന്നത മറനീക്കി. സെക്രട്ടേറിയറ്റ് സമരത്തിൽ പങ്കെടുക്കാനാകില്ലെന്ന് നേരത്തെ അറിയിച്ചതാണെന്ന് K സുരേന്ദ്രന്റെ പ്രതികരണം. ഞാൻ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം ഇത് നിശ്ചയിച്ച ദിവസം തന്നെ അറിയിക്കേണ്ടവർ അറിയിച്ചിട്ടുണ്ട്. BJP CPM പോലെയോ കോൺഗ്രസ് പോലെയോ അല്ല. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലും ഇരു നേതാക്കളും പങ്കെടുത്തിരുന്നില്ല. ചെന്നൈയിലെ പരിപാടിയിലായതിനാലാണ് സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതെന്ന് V മുരളീധര വൃത്തങ്ങളുടെ വിശദീകരണം. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. പൊള്ളാച്ചിയിലെ ആളിയാർ ഡാമിന് താഴെ തമിഴ്നാടിൻ്റെ പുതിയ ഡാം വരുന്നു. തമിഴ്നാട് ബജറ്റിലാണ് ഈ പ്രഖ്യാപനം. നടപടി വേഗത്തിലാക്കാൻ തമിഴ്നാട് തീരുമാനിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം. 11,000 കോടി രൂപ ചെലവിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ചിറ്റൂർ പുഴയിലേക്കുള്ള ഒഴുക്ക് നിലച്ചു പോകുമോ എന്ന് കേരളത്തിന് ഇപ്പോൾ ആശങ്കയുണ്ട്. കേരളം നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയാണ്. ആദ്യം പ്രതികരണത്തിലേക്ക്. അഷ്യൂർഡ് ഇറിഗേഷനാണ് 7.25. തമിഴ്നാട് എപ്പോഴും കരാർ ലംഘിക്കുകയാണ്. അൺകൺട്രോൾ ഫ്ലഡ് വാട്ടറും കരാർ പ്രകാരം നമുക്ക് കിട്ടേണ്ടതാണ്. ആ അൺകൺട്രോൾ വാട്ടർ ഇപ്പോൾ തടഞ്ഞിട്ട് അവരെടുക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാരതപ്പുഴ പുഴയല്ലാത്ത ഒരു സ്ഥിതിയിലെത്തും. അത് വെറും പറമ്പാകും. അഷ്യൂർഡ് ഇറിഗേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇറിഗേഷൻ മൂലത്തറ ഡാമിൽ വെച്ച് അഗ്രികൾച്ചർ തിരിച്ചാൽ പിന്നെ പുഴയിൽ ഒഴുക്കി നിൽക്കും. അല്ല, സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസുണ്ട്, അതിൽ ഇത് കക്ഷിയായിരുന്നാണ് എനിക്ക് വിശ്വാസം. അല്ല, നിയമപരമായ നടപടി എടുക്കാൻ വേണ്ടി നമ്മൾ ഇറിഗേഷൻ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. ഷംന, എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്? പറയൂ. കഴിഞ്ഞ ദിവസമാണ് ഈ തമിഴ്നാട് ബജറ്റ് പ്രഖ്യാപനത്തിൽ ഈ ആളിയാർ ഡാമിന് സമാന്തരമായി മറ്റൊരു ഡാം കൂടി വരുന്നു. ഇതിനായി 11,000 കോടി രൂപ മാറ്റിവെച്ചതായി ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത്. ഇതോടുകൂടിയാണ് കേരളത്തിന്റെ ആശങ്ക വർദ്ധിക്കുന്നത്. അതായത് നിലവിൽ ആളിയാർ ഡാമിൽ നിന്നും മൂലത്തറയിലേക്കാണ് വെള്ളം എത്തുന്നത്. അതിനുശേഷമാണ് പിന്നീട് ചിറ്റൂർ പുഴയിലേക്കും തുടർന്ന് മറ്റ് ചെറുനദികളിലേക്കും വെള്ളം എത്തുന്നത്. നിലവിൽ 7.25 TMC വെള്ളം ഈ ആളിയാർ ഡാം വഴി ഈ ചിറ്റൂർ പുഴയിലേക്ക് എത്തണമെന്നുള്ള കരാർ. എന്നാൽ ആ കരാർ കുറെ കാലങ്ങളായി തമിഴ്നാട് ലംഘിക്കുന്നുണ്ട്. കേരളത്തിന് മതിയായ വെള്ളം ലഭിക്കുന്നില്ല. ഇതിനിടയിലാണ് ഇതിന് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കരാർ കഴിഞ്ഞ 65 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. ഇത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും പിന്നീട് തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഈ വിഷയങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിലവിൽ സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ കേരളത്തിന്റെ എല്ലാ ആശങ്കകൾ അറിയിച്ചിട്ട് പോലും ഒരു ചോദ്യമോ ഒന്നുമില്ലാതെ തമിഴ്നാട് ഇത്തരം കടുത്ത ഒരു നിലപാടിലേക്ക് പോകുന്നത്. ഇതോടുകൂടിയാണ് കേരളം നിയമ നടപടിയിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ ഈ പുതിയ ഡാം വരികയാണെങ്കിൽ അത് ആളിയാറിന് സമീപം, അതായത് ആളിയാർ ഡാം നിലവിലുള്ള ആളിയാർ ഡാമിന് താഴെയായിരിക്കും ഈ പുതിയ ഡാം വരുന്നത്. ഇതോടുകൂടി തന്നെ മൂലത്തറയിലേക്ക് എത്തേണ്ട വെള്ളം മൂലത്തറയിൽ എത്താതെ പകരം പുതിയ ഡാമിലേക്ക് എത്തും. ഇതുവഴി ചിറ്റൂർ പുഴയിലേക്കുള്ള ഒഴുക്ക് ഇല്ലാതാകും. ഇതോടുകൂടിയാണ് ഭാരതപ്പുഴയിൽ ജലക്ഷാമം ഉണ്ടാകുന്നതും. ഒപ്പം തന്നെ ചിറ്റൂർ മേഖലയെ വലിയ തോതിലായിരിക്കും ഇത് ബാധിക്കുക. കുടിവെള്ളത്തിനടക്കം ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റൊന്ന്, പാലക്കാട് കൃഷിയെ കാര്യമായി തന്നെ ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും കേരളത്തിന് ഈ ഡാം വരികയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കാര്യം നേരത്തെ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ ചർച്ച ചെയ്തെങ്കിലും തമിഴ്നാട് വലിയൊരു കടുത്തൊരു നടപടിയിലേക്ക് കടക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നിലവിൽ ഈ സുപ്രീം കോടതിയിൽ നിലവിൽ നടക്കുന്ന കേസിൽ കക്ഷി ചേരാൻ കേരളം തീരുമാനിക്കുന്നതും. അക്കാര്യമാണ് ഇന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി നമ്മളോട് വ്യക്തമാക്കിയത്. MSK. തനിക്കൊപ്പമെന്ന് പറഞ്ഞു നടന്ന സർക്കാർ കടുത്ത വഞ്ചന തന്നോട് കാണിച്ചെന്ന് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന 24 പറഞ്ഞു. സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുമ്പോഴും സർക്കാരിൻ്റെ ഒരു സഹായവും കിട്ടിയില്ല. ഹർഷിനയ്ക്ക് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു 1 ലക്ഷം രൂപ ഇന്ന് കൈമാറി.
അടിയന്തര ചികിത്സാ സഹായമെങ്കിലും സർക്കാർ നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ലെന്നാണ് ഹർഷീന പറയുന്നത്. താൻ പേറിയ ദുരിതം പറഞ്ഞറിയിക്കാനാകാത്തതാണ്. മരണം വരെ ഇനി ഈ വേദനയും പേറി ജീവിക്കണം. അതുകൊണ്ടാണ് 2 ലക്ഷം രൂപയെന്ന സർക്കാർ സഹായം പര്യാപ്തമല്ലെന്ന് പറഞ്ഞത്. കൊടും വഞ്ചന തന്നോട് സർക്കാർ കാണിച്ചെന്ന് ഹർഷീന. സർക്കാർ വർഷങ്ങളായിട്ട് 15 ദിവസത്തിനുള്ളിൽ പരിഹാരം പറഞ്ഞു പോയതാണ് ആരോഗ്യമന്ത്രി. അപ്പോൾ അത്രയും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊരു പരിഹാരം ഉണ്ടാകും. കാരണം അത്രയും വലിയൊരു ഇതാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ പക്ഷേ നമ്മളിങ്ങനെ കാത്തു നിൽക്കുക എന്നല്ലാണ്ട് വാക്കുകളിൽ മാത്രം ഹർഷീനൻ്റെ കൂടെയാണ് സർക്കാരും ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും ഒക്കെ. ഗവൺമെൻറ്റിനോട് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ട ഒരു ചികിത്സാ സഹായമെങ്കിലും അടിയന്തരമായിട്ട് നമുക്ക് വേണമെന്നുള്ളത്. സെക്രട്ടേറിയറ്റ് സമരത്തിനിടെ ഹർഷീനയ്ക്ക് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ച ധനസഹായം ഇന്ന് DCC ഓഫീസിൽ വെച്ച് നൽകി. ആദ്യ ഗഡുവായ 1 ലക്ഷം രൂപയാണ് കൈമാറിയത്. 24 കോഴിക്കോട്. വർഷങ്ങൾക്ക് ശേഷം സർക്കാർ പരിപാടിയിൽ മുതിർന്ന CPM നേതാവ് G. സുധാകരന്റെ പേരും ചിത്രവും. ആലപ്പുഴ നാലുചിറ പാലം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് ഇറക്കിയ നോട്ടീസിലാണ് G. സുധാകരന്റെ ചിത്രം ഉൾപ്പെടുത്തിയത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ G. സുധാകരൻ പങ്കെടുക്കുമോ എന്നതിൽ മനസ്സ് തുറക്കാൻ G. സുധാകരൻ ഇനിയും തയ്യാറായിട്ടില്ല. G. സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ അനുവദിച്ച തോട്ടപ്പള്ളി നാലുചിറപ്പാലത്തിന്റെ ഉദ്ഘാടന നോട്ടീസിലാണ് G. സുധാകരന്റെ പേരും ചിത്രവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ മുൻപ് G. സുധാകരൻ അനുവദിച്ച പല പദ്ധതികളുടെയും ഉദ്ഘാടന ചടങ്ങിൽ സുധാകരനെ ക്ഷണിക്കുകയോ നോട്ടീസിൽ പേര് ഉൾപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. നിലവിൽ പാർട്ടിയുമായി ആശയസമരം തുടരുന്ന G. സുധാകരന്റെ പേര് നോട്ടീസിൽ ഉൾപ്പെടുത്തിയത് മഞ്ഞുരുക്കലിന്റെ ഭാഗമെന്നാണ് സൂചന. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നതിൽ മനസ്സ് തുറക്കാൻ G. സുധാകരൻ തയ്യാറായിട്ടില്ല. ഞാനുണ്ടാവില്ലെന്നൊരു പ്രസക്തമായ കാര്യമേ അല്ല. അതൊന്നും പ്രസക്തമല്ല. മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആരുണ്ടായ അതൊന്നും ഒരു പ്രസക്തമല്ല. പാലക്കാട് മുതൽ അങ്ങോട്ടുള്ള ജില്ലകളിൽ പുതിയ റോഡോ പുതിയ പാലോ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടുത്തെ ആൾക്കാർ അവിടുത്തെ സംഘാടക സമിതിയായിരിക്കും. നമ്മുടെ കൂടെ പടം വെച്ച് അത് അവർ ചെയ്യത്തില്ല. അവർ അയച്ചു തരാറുണ്ട്. അത് ചിലയിടത്തൊക്കെ പലയിടത്തും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. കാരണം ഇത് ജനങ്ങൾക്കറിയാമല്ലോ. മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. 24 കൊച്ചി. കുട ചൂടിയെത്തിയ കള്ളൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 1,40,40,000 രൂപ കവർന്നെടുത്തു. പെരുമ്പാവൂരിലെ SN സൂപ്പർ മാർക്കറ്റിലാണ് ഈ സംഭവം നടന്നത്. മേൽക്കൂരയും സീലിംഗും പൊളിച്ചാണ് ഈ കള്ളൻ അകത്തേക്ക് കയറിയത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആ ദൃശ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കണ്ടേക്കൂ. മഴയുണ്ടായിട്ട് പിടിച്ച കുടയല്ല, മുഖം മറയ്ക്കാൻ വേണ്ടി പിടിച്ച കുടയാണ്. അതിനിടയ്ക്കൊന്ന് മുഖം കണ്ടുപോയി. കള്ളൻ ഇതുവല്ലം കാണുന്നെങ്കിൽ പുള്ളി ടെൻഷനിലാവും. കുടയ്ക്ക് ഇങ്ങനെ ഉപയോഗം ഉണ്ടെന്ന് കള്ളൻ തിരിച്ചറിഞ്ഞത് ഇതിലാണെന്ന് തോന്നുന്നു. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുകയാണ്. അമൽ, ഈ കള്ളൻ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? പിടിക്കപ്പെട്ടോ? SKN അതിവിദഗ്ധമായിട്ടുള്ള മോഷണമാണ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി പെരുമ്പാവൂരിലെ SN സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായത്. ഈ കള്ളൻ ആ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മേൽക്കൂരയും സീലിംഗും തകർത്ത് ഈ കടയ്ക്കുള്ളിലേക്ക് കടക്കുകയും തുടർന്ന് ഒരു കുട ചൂടിക്കൊണ്ട് CCTVയിൽ നിന്ന് മറഞ്ഞിരിക്കുകയുമായിരുന്നു. കുട ചൂടിയതിന് പുറമെ ഇദ്ദേഹം മുഖവും മറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കള്ളന്റെ ഐഡന്റിറ്റി കൂടുതലായി ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് വെളിപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ ആ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പല CCTV ക്യാമറകളും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് ചില ക്യാമറകളിലാണ് ഇദ്ദേഹത്തിന്റെ രൂപം പതിഞ്ഞിരിക്കുന്നത്. ഏതായാലും അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ബാങ്കിൽ ലോൺ അടയ്ക്കുവാനും അമ്പലത്തിൽ പിറ്റേന്ന് ചില്ലറ മാറി എടുക്കുവാനും വേണ്ടി വെച്ചിരുന്ന 1,40,000 രൂപയാണ് ഈ കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയത്. മറ്റ് കേടുപാടുകളൊന്നും സൂപ്പർ മാർക്കറ്റിന് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ജീവനക്കാർ മോഷണ വിവരം തിരിച്ചറിയുന്നത്. തുടർന്ന് പെരുമ്പാവൂർ പോലീസിൽ വിവരം അറിയിച്ചു. വിരലടയാള വിദഗ്ധരടക്കം ഇവിടെ എത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇയാളെ എത്രയും പെട്ടെന്ന് പിടിക്കുവാനുള്ള ഊർജിതമായ ശ്രമത്തിൽ തന്നെയാണ് പെരുമ്പാവൂർ പോലീസ് ഉള്ളത്. SKN. ഓക്കെ, താങ്ക് യു അമൽ സുരേന്ദ്രൻ. എന്തായാലും ഈ കള്ളനെ എളുപ്പം പിടിക്കട്ടെ. കാര്യം ഇങ്ങനെയുള്ള കള്ളന് കഞ്ഞിയും ചോറും വെച്ച ആൾക്കാർ കള്ളന്മാരായിട്ട് ഇറങ്ങിയാൽ നാട്ടുകാർക്ക് സമാധാനമായിട്ട് തുറക്കാൻ പറ്റൂ. ഇനി ഇടവേളയാണ്. ഇടവേള കഴിയുമ്പോൾ പാലക്കാട് മണ്ണാർക്കാട്ട് തത്തയങ്കലത്ത് ജനവാസ മേഖലയിൽ ഒരു കടുവ ഇറങ്ങിയെന്ന വാർത്ത വരുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം കടുവയുടെ കഥ. പാലക്കാട് മണ്ണാർക്കാട്ട് തത്തയങ്കലത്ത് ജനവാസ മേഖലയിൽ ഒരു കടുവ ഇറങ്ങിയെന്ന് വാർത്ത വരുന്നുണ്ട്. ഒരു പശുക്കിടാവിനെ ഈ കടുവ ആക്രമിച്ച് കൊന്നുവെന്നും വാർത്തയുണ്ട്. ആദ്യം നമുക്കൊരു പ്രതികരണം കാണാം അതിനെക്കുറിച്ച്. ഞാൻ പശുവിനെ ആട്ടിന് തീറ്റയും കൂടെ വിട്ടാണ്. ഇതിനെ തൊട്ട് അകത്തണം നിൽക്കും. അതിൽ ആ മഴ പെയ്യുന്നതിന് മുമ്പേ ആടുകുട്ടികൾ തീരെ വെട്ടി കൊണ്ടുപോയി എൻ്റെ കണ്ണ് മുന്നിൽ നിന്നാണ് ഈ സാധനം ചാടി പിടിക്കുന്നത്.
അതായത് ഉറുദിൽ കടുവ എന്ന് പറഞ്ഞാൽ ഉറുദിൽ കടുവ വരെയാണ്. പൈക്കുട്ടിനെ ഇതിൽ പിടിച്ചാൽ മറിച്ച് പൈക്കുട്ടിയും അതുമാടെ മറിഞ്ഞ് താഴെ വീണേണ്ടി പെരടി ഒന്നിരിക്കും. അങ്ങനെ അത് എന്നിട്ടും കുറേ നേരം ഇങ്ങോട്ട് എനിക്ക് വന്നു, അതിനാണ് നഷ്ടപ്പെട്ടു. എന്നിട്ട് 2 പ്രാവശ്യം വീണ്ടും കടുവ വന്നു. ആ മഴ തോന്നിട്ട് വീണ്ടും 2 പ്രാവശ്യം മറിഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ തൊട്ടടുത്ത് എത്തിയ ഈ വീണ്ടും കിടക്കേണ്ട അവിടെ വരെ വന്നു. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ഷംന, വിശദാംശങ്ങൾ. ഈ കടുവയെക്കുറിച്ചുള്ള ഭീതി അവിടെ പടർന്നു, എന്താണ് വനംവകുപ്പ് പറയുന്നത്? കഴിഞ്ഞ കുറേ നാളുകളായി മണ്ണാർക്കാട് മേഖലയിൽ വന്യജീവി ആക്രമണമുണ്ട്. പക്ഷേ ഈ വന്യജീവി എന്താണെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുലിയാണെന്ന ഒരു നിഗമനമൊക്കെ ആളുകൾക്ക് ഉണ്ടായിരുന്നെങ്കിലും അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് തത്തെങ്കലം സ്വദേശിയായ ബഷീറിന്റെ പശുക്കിടാവിനെയാണ് കടുവ പിടിച്ചുകൊണ്ടുപോയത്. ഈ കടുവ പിടിക്കുന്നത് ഈ ബഷീർ തന്നെ നേരിട്ട് കണ്ടു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടക്കം പറയുന്നത്. ഇതോടുകൂടി തന്നെ മേഖലയിൽ എന്തായാലും വലിയ രീതിയിലൊരു ഭീതി പടർന്നിട്ടുണ്ട്. വനംവകുപ്പ് ഇപ്പോഴും സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ഈ കടുവ ഇപ്പോഴും സമീപത്ത് തന്നെ ഉണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് ഈ പ്രദേശവാസികളും ഒപ്പം വനംവകുപ്പും ഉള്ളത്. ഇതോടുകൂടി എന്തായാലും ഈ പ്രദേശത്ത് കൂടും ഒപ്പം തന്നെ ക്യാമറകളും സ്ഥാപിക്കണം എന്നൊരു ആവശ്യം അത് നേരത്തെ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ ആ ആവശ്യം ശക്തിയോടുകൂടി നാട്ടുകാർ ഉന്നയിക്കുകയാണ്. എന്തായാലും വനംവകുപ്പ് ഇന്ന് നിരീക്ഷണത്തിന് ശേഷം ഈ കൂട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച് അറിയിക്കാം എന്നുകൂടി പ്രദേശവാസികളോട് പറഞ്ഞിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു ഷംന. പാക് അതിർത്തിയിൽ സൈനികാഭ്യാസ പ്രകടനത്തിന് ഒരുങ്ങി ഇന്ത്യ. സർക്രീക്ക് മുതൽ ധാർ മരുഭൂമി വരെയാണ് 3 സേനകളും ഭാഗമാകുന്ന സൈനികാഭ്യാസമായ തൃശൂർ നടക്കുക. ഇന്ത്യൻ നീക്കത്തിന് പിന്നാലെ അഭ്യാസം നടക്കുന്ന മേഖലകളിലൂടെയുള്ള വ്യോമപാതയിൽ പാകിസ്ഥാൻ നിയന്ത്രണം ഏർപ്പെടുത്തി. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിനും കറാച്ചിക്കുമിടയിലുള്ള തർക്കപ്രദേശമായ സർക്രീക്കിനടുത്ത് പാകിസ്ഥാൻ സേനാവിന്യാസം നടത്തിയും അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചും പ്രകോപിപ്പിച്ചതോടെയാണ് സൈനിക അഭ്യാസത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചത്. രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ മരുഭൂമി പ്രദേശങ്ങളിലാണ് അഭ്യാസം. കര, വ്യോമ, നാവികസേനകൾ ഒരുമിച്ചാകും പങ്കെടുക്കുക. ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെയാണ് പരിപാടി. ഈ ദിവസങ്ങളിൽ വ്യോമപാത ഒഴിവാക്കാൻ പ്രതിരോധ മന്ത്രാലയം വ്യോമയാന അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യയുടെ നീക്കത്തിന് പിന്നാലെ അതിർത്തി പ്രദേശങ്ങളിലെ സേനാ വിഭാഗങ്ങൾക്ക് പാകിസ്ഥാനും ജാഗ്രതാ നിർദ്ദേശം നൽകി. ചില വ്യോമപാതകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒക്ടോബർ 28, 29 തീയതികളിൽ മേഖലയിൽ പാകിസ്ഥാൻ പ്രതിരോധ പരീക്ഷണം നടത്താൻ പോകുന്നുവെന്നും രഹസ്യാന്വേഷണ ഏജൻസി വിവരമുണ്ട്. സർക്രീക്കിൽ പാകിസ്ഥാൻ സാഹസിക നീക്കം നടത്തിയാൽ അതിന് ശക്തമായ മറുപടി ലഭിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 24 ഡൽഹി. കേരളത്തിന്റെ ബോർഡർ ജില്ലയാണ് കന്യാകുമാരി ജില്ല. അവിടെ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പിടിയിലായി. നാഗർകോവിൽ നേശമണി നഗർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ അൻപ്രകാശാണ് ഇപ്പോൾ പിടിയിലായത്. റിനു ശ്രീധർ വാർത്തയുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയൂ റിനു. ദിവസങ്ങൾക്ക് മുമ്പാണ് നാഗർകോവിൽ സ്വദേശിയായിട്ടുള്ള രാജൻ ഈ നാഗർകോവിലെ തന്നെ കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലെ നേശമണി പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസുമായി എത്തുന്നത്. 3 ലക്ഷം രൂപ ഈ കേസ് ഒത്തുതീർക്കുന്നതിന് വേണ്ടി വേണമെന്നുള്ളതാണ് അൻപ് പ്രകാശ്, അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ്, അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഈ ആവശ്യപ്പെട്ടതനുസരിച്ച് കേസ് ഒത്തുതീർക്കുന്നതിന് വേണ്ടി രാജൻ കയ്യിലുണ്ടായിരുന്ന 1,85,000 രൂപ ഈ സർക്കിൾ ഇൻസ്പെക്ടർക്ക് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ബാക്കി തുക നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കാലതാമസം ഉണ്ടായി. പക്ഷേ നിരന്തരം ഈ രാജനെ വിളിച്ച് ഈ അൻപ് പ്രകാശ് ശല്യം ചെയ്യുന്ന ഒരു സാഹചര്യം, ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാക്കി 1,15,000 രൂപ എത്രയും പെട്ടെന്ന് നൽകണമെന്നായിരുന്നു ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ ആവശ്യം. തുടർന്നാണ് ഈ രാജൻ വിജിലൻസിനെ സമീപിക്കുന്നത്. തുടർന്ന് വിജിലൻസ് നൽകിയ 1,15,000 രൂപയുമായി അരുൾവാമൊഴിയിലെ ഈ അൻപ് പ്രകാശിന്റെ വീട്ടിലേക്ക് എത്തി ഈ പണം കൈമാറി. ആ സമയം തന്നെ വിജിലൻസും അവിടെ എത്തുകയും അൻപ് പ്രകാശിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും അത് വാങ്ങിക്കുമെന്നും അദ്ദേഹം സമ്മതിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു റിനു ശ്രീധർ. മറ്റൊരു വാർത്തയിലേക്ക്. ജീവനക്കാരുടെ വിദ്യാഭ്യാസക്കുറവ് കേരള കലാമണ്ഡലത്തെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന ചാൻസലർ മല്ലിക സാരാഭായിയുടെ പരാമർശം വൈസ് ചാൻസലർ തള്ളി. കലാമണ്ഡലത്തിലെ നിയമനങ്ങൾ സുതാര്യമെന്നാണ് വൈസ് ചാൻസലർ ഡോക്ടർ ആർ അനന്തകൃഷ്ണൻ പറയുന്നത്. 24 എക്സ്ക്ലൂസീവ്. LDF UDF മുന്നണികളുടെ രാഷ്ട്രീയ നിയമനം മൂലം യോഗ്യതയില്ലാത്തവർ ജീവനക്കാരായി കടന്നുകൂടിയെന്നും ഇംഗ്ലീഷിൽ ഇമെയിൽ അയക്കാൻ പോലും ജീവനക്കാർക്ക് അറിയില്ലെന്നുമായിരുന്നു ചാൻസലർ മല്ലിക സാരാഭായിയുടെ വിമർശനം. എന്നാൽ ചാൻസലറുടെ പരാമർശത്തെ തള്ളുകയാണ്
വൈസ് ചാൻസലർ ഡോക്ടർ ആർ അനന്തകൃഷ്ണൻ. അപ്പോയിൻമെൻറ്റുകളായാലും എല്ലാം തന്നെ വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു തരത്തിലുള്ള ഇൻ്റർവെൻഷനും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യത്തോടെ പറയാൻ കഴിയും. ഈ ഇവിടെ കൈകാര്യം ചെയ്യുന്ന കലകളിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള എമിനൻ്റായിട്ടുള്ള, അതായത് ബ്രില്യൻ്റായിട്ടുള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. 2022 മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള തർക്കത്തെ തുടർന്നായിരുന്നു മല്ലിക സാരാഭായിയെ കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി സർക്കാർ നിയമിച്ചത്. മല്ലിക സാരാഭായി ഇപ്പോൾ ഉയർത്തിയ വിമർശനം സർക്കാരിനെയും LDFനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. 24 തൃശൂർ. അമിത വേഗത്തിനും എയർഹോൺ ഉപയോഗത്തിനുമെതിരെ നടപടി സ്വീകരിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ നൽകിയ നിർദ്ദേശം ഉദ്യോഗസ്ഥന്മാർ കാറ്റിൽ പറത്തി. നിയമലംഘനം നടത്തിയ കോതമംഗലത്തെ ഒരു പ്രൈവറ്റ് ബസ്സുകൾക്കെതിരെ ഇതുവരെയും നടപടിയൊന്നും എടുത്തിട്ടില്ല. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് നടപടി വൈകുന്നത് എന്നാണ് വിശദീകരണം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഒക്ടോബർ 11 കോതമംഗലം KSRTC ടെർമിനൽ ഉദ്ഘാടനത്തെത്തിയപ്പോഴായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. ആ നിർദ്ദേശം ആദ്യം നോക്കാം നമുക്ക്. ബസ് ഇപ്പം വളരെ ഓവർ സ്പീഡിൽ സ്റ്റാൻഡിനകത്തേക്ക് വന്നു. അതേപോലെ ഫോൺ അടിച്ചുകൊണ്ട് പുറത്തോട്ട് പോയിട്ട് ഇറങ്ങി പിടിച്ചേക്കും. നമുക്ക് നിയമപരമായി അത് വേണം. തൊടുപുഴയിൽ നിന്ന് ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ലാൽകൃഷ്ണൻ, വിശദാംശങ്ങൾ. ഒരു ബസ് സ്റ്റാൻഡിനകത്ത് കൊടുക്കുന്ന പരമാവധി വേഗത എന്ന് പറയുന്നത് 30 കിലോമീറ്ററിൽ താഴെയാണ്. പക്ഷേ കഴിഞ്ഞ തവണ, അതായത് 2 ആഴ്ച മുമ്പ് KP ഗണേഷ് കുമാറിൻ്റെ കൺമുന്നിലാണ് ഒരു വണ്ടി ഹോൺ അടിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് വളരെ വേഗത്തിൽ കയറി വന്നത്. ആ സമയത്ത് മന്ത്രി ആ വാഹനം കസ്റ്റഡിയിൽ എടുക്കാൻ പറയുകയും ചെയ്തിരുന്നു. വണ്ടി ഉടനെ തന്നെ കസ്റ്റഡിയിൽ എടുത്തു. പക്ഷേ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹോണിൻ്റെ ജാമാണ് പ്രധാന കാരണം എന്നുള്ളത് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞത് അപ്പോൾ സ്പീഡോ എന്ന കാര്യമാണ് ചോദിച്ചത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു വാഹനം, ഇതേപോലെ തന്നെ ഒരു ബസ് അതിനേക്കാൾ വേഗത്തിലാണ് സ്റ്റാൻഡിൽ നിന്ന് കടന്നുപോയത്. ഈ 2 വാഹനങ്ങൾക്കുമെതിരെ നടപടി വേണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഈ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നിയമലംഘനപരമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനടി നടപടിക്ക് ശുപാർശ ചെയ്യുകയും അത് വേണമെന്ന് കർക്കശം പിടിക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് KP ഗണേഷ് കുമാർ. ആ KP ഗണേഷ് കുമാർ തൻ്റെ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരോട് തന്നെയാണ് കർശന നടപടി എന്ന നിർദ്ദേശം നൽകിയത്. മാത്രമല്ല, അതേ വേദിയിൽ തന്നെയാണ് ഹൈക്കോടതി നിരോധിച്ച എയർഹോൺ, ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വണ്ടിയുടെ പിന്നാലെ പോയി അടിച്ചതിന് എയർഹോണുകൾ പിടിക്കണമെന്നും അത് പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നത് മാധ്യമങ്ങളിൽ കാണിക്കണമെന്നും പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യം കൃത്യമായി ഈ നാട്ടിലുള്ള MVDകളെല്ലാം ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ വാഹനങ്ങളിൽ നിന്ന് എയർഹോൺ പിടിച്ചു. അത് ഈ സംസ്ഥാനത്ത് മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന വണ്ടികളുടെ പോലും എയർഹോൺ പിടിച്ച് നശിപ്പിക്കുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. പക്ഷേ മന്ത്രി ആദ്യം പറഞ്ഞ കാര്യത്തിനോട് MVDയുടെ നിലപാട് വളരെ പരിങ്ങലിലാണ് എന്നുള്ളത് തന്നെയാണ്. ഹിയറിംഗ് അടക്കമുള്ള നടപടികൾ പൂർത്തിയായെങ്കിലും സാങ്കേതിക കാരണങ്ങളാണ് പറയുന്നത്. അതായത് ഒരു വണ്ടിയുടെ പെർമിറ്റ് കട്ട് ചെയ്യണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് RTOയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറും കളക്ടറും SP അടങ്ങുന്ന ഒരു സമിതി ഇതിനെക്കുറിച്ച് വിലയിരുത്തുകയും അതിൽ ചർച്ച നടത്തുകയും ചെയ്തതിന് ശേഷമാണ് അന്തിമ തീരുമാനമെടുക്കുന്നത്. അതാണ് നിലവിൽ സാങ്കേതിക കാരണം എന്ന മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. പക്ഷേ വണ്ടിയുടെ ലൈസൻസ് കട്ട് ചെയ്യുന്നതിന്, ഡ്രൈവർ ലൈസൻസ് കട്ട് ചെയ്യുന്നതിന്, അതും അമിത വേഗത്തിൽ പോകുന്നതിനുള്ള ലൈസൻസ് കട്ട് ചെയ്യുന്നതിന് ഇത്തരം സാങ്കേതികപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾറെഡി ഹിയറിംഗ് കഴിഞ്ഞ ഒരു സംഭവമാണ്. എന്നാൽ പോലും ജോയിന്റ് RTOയ്ക്ക് ചെയ്യാവുന്ന ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും സാങ്കേതികത്വം എന്ന നൂലാമാലയാണ് പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിൻ്റെ ഒരു ജെന്യുവിനിറ്റി ഉണ്ട് എന്ന കാര്യമെല്ലാം അവർ പറയുന്നുണ്ട്. ഓവർ സ്പീഡിന് എന്താണ് ജെന്യുവിനിറ്റി എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ മറുപടിയില്ല. മാത്രമല്ല, നമ്മൾ ഇന്നത്തെ ദിവസം ഈ വാഹനം ഇപ്പോഴും നിരത്തിലുണ്ടോ, ഓടുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയത്തും അതേ വേഗത്തിൽ തന്നെ മറ്റ് വാഹനങ്ങളെ അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പോകുന്നൊരു കാഴ്ചയും നമ്മൾ കാണേണ്ടി വന്നു. അപ്പം മന്ത്രിയുടെ വാക്കിന് എന്ത് വില എന്നൊരു ചോദ്യം കൂടി ഉദ്യോഗസ്ഥരോട് ചോദിക്കേണ്ടി വരികയാണ്. ലാൽകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ വിശദീകരണം നൽകാൻ മന്ത്രി V ശിവൻകുട്ടി ഇന്ന് CPI ആസ്ഥാനമായ MN സ്മാരകത്തിൽ നേരിട്ടെത്തി. പക്ഷേ CPI അയഞ്ഞിട്ടില്ല. വകുപ്പിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് പദ്ധതിയോട് യോജിച്ചതെന്ന മന്ത്രിയുടെ വിശദീകരണം CPI തള്ളിക്കളഞ്ഞു. സ്വകാര്യ സംഭാഷണം കൊണ്ട് പ്രശ്നം തീരില്ലെന്ന് മന്ത്രി GR അനിൽ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. പദ്ധതി കേരളത്തിന് ദോഷകരമെങ്കിൽ പിൻവലിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ 24നോട്. രാവിലെ 11:45ഓടെയാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തിയത്. സംസ്ഥാന സെക്രട്ടറി ബിനു വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തിയ മന്ത്രി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനിടയായ സാഹചര്യം വിശദീകരിച്ചു. സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ നിരത്തി ഒപ്പിടലിനെ ന്യായീകരിച്ച മന്ത്രി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്നും ഉറപ്പ് നൽകി. എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് ഒരു സൂചനയും നൽകിയില്ല. ഞങ്ങൾ ചില ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പോസിറ്റീവാണോ? എല്ലാ പ്രശ്നങ്ങളും തീരും. പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമായതോടെ നിലപാടിൽ അയവുവരുത്താൻ CPIയും തയ്യാറായില്ല.
കാതലായ പ്രശ്നത്തിന് പരിഹാരമില്ലാതെ ചർച്ച നടത്തിയിട്ട് എന്ത് കാര്യമെന്ന വികാരത്തിലായിരുന്നു CPI നേതൃത്വം. പരസ്പരം കാര്യങ്ങൾ പറഞ്ഞെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന വിഷയങ്ങളല്ലല്ലോ. പാർട്ടി ഓഫീസിൽ ഒരാൾ വന്നാൽ കാണാതിരിക്കാൻ പറ്റും. പദ്ധതിയിൽ ഒപ്പുവെച്ച തീരുമാനം തിരുത്തിയില്ലെങ്കിൽ മന്ത്രിസഭാകത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനമെടുത്തിരിക്കുന്ന CPI അനുനയിപ്പിക്കാൻ LDF കൺവീനർ രംഗത്തെത്തി. കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഈ ഒപ്പിട്ട കരാറിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഗൗരവമായി പരിശോധിച്ച് ഞങ്ങൾ കൂട്ടായ ചർച്ച നടത്തി അത് സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് കാണാൻ സാധിക്കും. സർക്കാർ തിരുത്തുന്നില്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ആലോചിക്കാൻ തിങ്കളാഴ്ച CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ ചേരും. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. PM ശ്രീയിൽ CPI അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചർച്ച നടത്താൻ സാധ്യത. മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച നടത്താതെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ചയാണെന്നാണ് CPIM വിലയിരുത്തുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ കടുത്ത പ്രതിഷേധത്തിലുള്ള CPI അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങും. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം CPI നേതാക്കളെ മുഖ്യമന്ത്രി നേരിട്ട് കാണും. തിങ്കളാഴ്ച പുനഃപ്രവേലാർ വാരാചരണത്തിന്റെ സമാപനത്തിൽ മുഖ്യമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറിയും ഒരുമിച്ച് വേദി പങ്കിടുന്നുണ്ട്. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രതിഷേധം രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത്. ഇടഞ്ഞു നിൽക്കുന്ന CPIയെ മെരുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് CPIM നേതൃത്വം. ചർച്ച കൂടാതെ ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന നടപടിയിലേക്ക് പോയത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ചയാണെന്ന് CPIM നേതൃത്വം വിലയിരുത്തുന്നു. വിദ്യാഭ്യാസ മന്ത്രിയും അത് സമ്മതിക്കുന്നുണ്ട്. PM ശ്രീ പദ്ധതി സംബന്ധിച്ച CPIയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. അങ്ങനത്തെ ഒരു സാഹചര്യം എവിടെയോ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. അതൊന്നും ഞങ്ങളിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ പാർട്ടി തന്നെ അതിനകത്ത് ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കുവാനുള്ള പരിശ്രമത്തിലേക്ക് പോകും. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെതിരെ CPI മുഖപത്രം ജനയുഗം മുഖപ്രസംഗം എഴുതി. ഫാസിസ്റ്റ് അജണ്ടയ്ക്ക് വഴങ്ങിക്കൂടാ എന്ന തലക്കെട്ടുള്ള മുഖപ്രസംഗത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പൊടുന്നനെയുള്ള ചൂടുമാറ്റം LDFന്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരാണ്. ചർച്ചകളുടെയും സമവായത്തിന്റെയും എല്ലാ സാധ്യതകളും അട്ടിമറിച്ചാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഇത് ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണെന്നും ജനേകം മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. 24 തിരുവനന്തപുരം. ജനാർദ്ദൻ നായർ പറയുന്നു, എന്താണിത്? ഒരിക്കൽ പറയും 400 ഗ്രാം സ്വർണം ജുവലറിയിൽ നിന്നും പിടിച്ചെടുത്തു. ഇപ്പോൾ പറയുന്നു സ്വർണ്ണം ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ ഫ്ലാറ്റിൽ നിന്നും 150 ഗ്രാം കണ്ടെടുത്തുവെന്ന്. ജനാർദ്ദൻ നായർ, ഇത് രണ്ട് കാര്യമാണ്. 400 ഗ്രാം നമ്മുടെ ബെല്ലാരിയിലെ ജുവലറി ഉടമയായ ഗോവർദ്ധൻ്റെ സ്ഥലത്തു നിന്നാണ് കണ്ടെടുത്തിരിക്കുന്നത്. 150 ഗ്രാം ഉണ്ണികൃഷ്ണപുരി താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആണ് കണ്ടെടുത്തിരിക്കുന്നത്. ഈ 150 ഗ്രാം സ്വർണം ശബരിമല നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ ഭാഗമാണോ എന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഈ 400 ഗ്രാം സ്വർണം ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയതാണ് എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കേരളത്തിലെ PM ശ്രീ വിഷയത്തിൽ ഇടപെടണം എന്ന CPI ദേശീയ നേതൃത്വത്തിൻ്റെ ആവശ്യം CPIM ദേശീയ നേതൃത്വം തള്ളി. വിഷയം ഇരു പാർട്ടികളും സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. ധാരണാപത്രത്തിൽ നിന്നും പിന്മാറണമെന്ന നിലപാടിൽ പക്ഷേ CPIയുടെ ദേശീയ സെക്രട്ടറി D രാജ ഉറച്ചു തന്നെ അങ്ങനെ നിൽക്കുകയാണ്. CPI ദേശീയ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമനുസരിച്ചാണ് ജനറൽ സെക്രട്ടറി D രാജ CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം രാമകൃഷ്ണ പാണ്ഡെയ്ക്കൊപ്പം AKG ഭവനിലെത്തിയ D രാജ MA ബേബി, PB അംഗം അരുൺകുമാർ എന്നിവരുമായി 45 മിനിറ്റോളം ചർച്ച നടത്തി. ധാരണാപത്രത്തിൽ നിന്നും പിന്മാറണമെന്ന ബേബിയോട് ആവശ്യപ്പെട്ടതായും ഇനി തീരുമാനം CPIMന്റേതാണെന്നും D രാജ. Informed by Comrade Baby, he has also told his own party, so both parties can discuss and work out something. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതുകൊണ്ട് കേരളത്തിൽ ഒരു വർഗീയവൽക്കരണവും ഉണ്ടാകില്ലെന്നും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതെന്നും MA ബേബി. ഞങ്ങളുടെ രണ്ട് പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും. രമ്യമായ പരിഹാരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ കണ്ടെത്താൻ കേരളത്തിലെ CPIയുടെയും CPIMന്റെയും നേതൃത്വത്തെ ഞങ്ങൾ സഹായിക്കണം. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതിനോട് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലെങ്കിൽ തമിഴ്നാടിനെ പോലെ കേരളവും കോടതിയെ സമീപിക്കണമായിരുന്നു എന്നാണ് രാജയുടെ മറുപടി. In this background, we will look at this MOU and we will see how we can tackle the situation, how we can review the whole thing and what solution we can arrive at. We have asked our Kerala party. പദ്ധതിയിൽ നിന്നും പിന്മാറുകയല്ലാതെ രാഷ്ട്രീയ പരിഹാരമില്ലെന്നാണ് CPI ദേശീയ എക്സിക്യൂട്ടീവിന്റെയും നിലപാട്. 24 ഡൽഹി.
PM ശ്രീ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രത്യക്ഷ സമരം കടുപ്പിക്കുകയാണ് CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് AISFും AIYFും ഇന്ന് മാർച്ച് നടത്തി. വിദ്യാഭ്യാസ വകുപ്പിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് AISFും AIYFും. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഭരണാനുകൂല വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ അസാധാരണ മാർച്ച്. ഇതേ സമയത്ത് തന്നെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധം. എറണാകുളം DD ഓഫീസിലേക്ക് AIYF നടത്തിയ മാർച്ചിൽ ധാരണാപത്രത്തിന്റെ പകർപ്പ് കത്തിച്ചായിരുന്നു പ്രതിഷേധം. രാവിലെ കണ്ണൂരിലും AISF AIYF പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. കണ്ണൂർ DD ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. കാസർഗോഡ് AE ഓഫീസിലേക്ക് MSF മാർച്ച് നടത്തി. പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്? ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത്? എന്ത് ഗൂഢാലോചനയാണ് ഇതിന്റെ അകത്ത് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് അഭിവാദ്യമർപ്പിച്ച് തൃശൂരിൽ ABVP പ്രകടനം നടത്തി. വിദ്യാഭ്യാസ മന്ത്രിയുടെ മുഖംമൂടി ധരിച്ചായിരുന്നു ABVPയുടെ പ്രകടനം. ന്യൂസ് ഡെസ്ക് 24. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ബീഹാറിൽ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നാട് കടത്തുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ. രാഹുൽ ഗാന്ധിക്ക് യാത്ര നടത്തി നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് റാലിക്കിടെ അമിത്ഷായുടെ വിമർശനം. ബീഹാറിലെ ജനങ്ങൾ മാറ്റത്തിനായി കാത്തിരിക്കുന്നുവെന്ന് തേജസ്വി യാദവ്. മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഈ ചൊവ്വാഴ്ച പുറത്തിറക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഗഗരിയയിലും നളന്ദയിലും പൊതുയോഗവും റാലിയും നടന്നു. ബീഹാറിൽ ജംഗിൾ രാജ് തിരികെ വരണോ അതോ വികസനം തുടരണമോ എന്ന് ഈ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുമെന്ന് അമിത്ഷാ. രാഹുൽ ഗാന്ധിയുടെ വോട്ടറധികാർ യാത്രയ്ക്കും വിമർശനം. ബീഹാറിൽ നിക്ഷേപങ്ങളും വ്യവസായവും എത്തിക്കണം. ബീഹാറിനെ ഒന്നാമതെത്തിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് तेजस्वी यादव. फैक्ट्री प्रधानमंत्री जी गुजरात में लगवाते हैं, सेमीकंडक्टर का फैक्ट्री गुजरात में लगवाते हैं, SEZ गुजरात में लगाते हैं, IT पार्क गुजरात में लगाते हैं, बुलेट ट्रेन गुजरात में चलाते हैं, इन्वेस्टर मीट गुजरात में करवाते हैं और बिहार में केवल वोट लेने आते हैं. തെരഞ്ഞെടുപ്പിൽ NDAക്കെതിരെ ഉന്നയിക്കാൻ മഹാസഖ്യത്തിന് വിഷയങ്ങളൊന്നുമില്ലെന്ന് BJP ആരോപിച്ചു. ഈ മാസം 30-ന് പ്രധാനമന്ത്രി ബീഹാറിൽ വീണ്ടും പ്രചാരണത്തിനെത്തും. ബീഹാറിലെ കുറ്റകൃത്യങ്ങളും പോലീസിലെ വീഴ്ചയും ഉയർത്തിക്കാട്ടി ചൊവ്വാഴ്ച മഹാസഖ്യം പ്രകടന പത്രിക പുറത്തിറക്കും. വികാരമുയർത്തി വോട്ട് തേടി മഹാസഖ്യം ബീഹാറിൽ പ്രചരണം ശക്തമാക്കുകയാണ്. CPIMന്റെ പ്രചരണ പത്രിക നാളെ പുറത്തിറക്കും. പട്നയിൽ നിന്ന് ക്യാമറമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. ബീഹാറിൽ NDA സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി മഹാസഖ്യത്തിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുകേഷ് സാഹ്നി. എന്ത് കാര്യം നടക്കണമെങ്കിലും കൈക്കൂലി നൽകേണ്ട അവസ്ഥയാണെന്ന് മുകേഷ് സാഹ്നി ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ബീഹാറിൽ പ്രചരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് വിനീത VG തത്സമയം ചേരുന്നു. വിനീത, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രൈം ടൈമിൽ പറയൂ. തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ മുന്നണികളും വലിയ റാലികളും പൊതുയോഗങ്ങളും ഒക്കെ തന്നെ നടത്തുകയാണ്. അങ്ങനെ ഗഗരിയിൽ നടത്തിയ ഒരു പൊതു റാലിക്കിടെയായിരുന്നു മഹാസഖ്യത്തിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ മുകേഷ് സഹാനി, അദ്ദേഹം VIP പാർട്ടിയുടെ നേതാവാണ്, അദ്ദേഹം ഒരു പരാമർശം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ബീഹാറിൽ NDA സർക്കാരിനെതിരെ അഴിമതി ആരോപണമാണ് മഹാസഖ്യം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് എന്തു കാര്യം ബീഹാറിൽ നടക്കണമെങ്കിലും കൈക്കൂലി നൽകേണ്ട അവസ്ഥയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കം ബീഹാറിലേക്ക് എത്തിയപ്പോൾ RJDയുടെ ഭരണത്തിനെതിരെ വലിയ വിമർശനങ്ങൾ അന്ന് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ലാലു പ്രസാദിന്റെ നേതൃത്വത്തിൽ അന്ന് നടന്നത് ഒരു ജംഗിൾ രാജ് ആയിരുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനൊരു മറുപടി കൂടി ഇപ്പോൾ മുകേഷ് സഹാനി മുന്നോട്ട് വയ്ക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ലാലു പ്രസാദ് യാദവിന്റെ ആദർശം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും ഒരുപക്ഷെ അദ്ദേഹം ഒപ്പം ഉള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹം ഇന്ന് ആ റാലിക്കിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം അദ്ദേഹം പറയുന്നത് അന്ന് RJDയുടെ കാലത്ത് നടന്ന ഭരണം അത് ജംഗിൾ രാജ് അല്ല, പകരം അത് മംഗൾ രാജ് ആയിരുന്നുവെന്നാണ് മുകേഷ് സാഹ്നി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം നാളെ വിവിധ മേഖലകളിൽ മഹാസഖ്യത്തിന്റെ വലിയ റാലികളും ഒപ്പം തന്നെ പ്രചരണ പരിപാടികളും ഒക്കെ തന്നെ ഉണ്ട്. CPIMന്റെ സങ്കല്പ യാത്രയ്ക്കും നാളെ തുടക്കം കുറിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു പ്രകടന പത്രിക കൂടി CPML നാളെ പുറത്തിറക്കിയേക്കും. ഓക്കെ, താങ്ക് യു വിനീത VG. 5 കൊല്ലത്തിനിടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് അയോഗ്യരാക്കപ്പെട്ട ജനപ്രതിനിധികളുടെ എണ്ണം 43.
കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് ജനപ്രതിനിധികൾ അയോഗ്യരാക്കപ്പെട്ടത്. ഗ്രാമപഞ്ചായത്തുകളിൽ 35 പേരും മുനിസിപ്പാലിറ്റികളിൽ 5 പേരും ബ്ലോക്ക് പഞ്ചായത്തുകൾ 3 പേരും അയോഗ്യരായി. 24 എക്സ്ക്ലൂസീവ് ന്യൂസ്. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ആഴ്ചകൾ മാത്രമാണ് ബാക്കി. അതിനിടെ കഴിഞ്ഞ 5 വർഷം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് അയോഗ്യരാക്കപ്പെട്ട ജനപ്രതിനിധികളുടെ വിവരം പുറത്തുവന്നു. 43 ജനപ്രതിനിധികളാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അയോഗ്യരായത്. കൂറുമാറിയവരാണ് ഇവരെല്ലാം. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് 35 ജനപ്രതിനിധികൾ, മുനിസിപ്പാലിറ്റികളിൽ നിന്ന് 5 പേർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ 3 പേരും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരായി. 2022 ഒരാൾ, 2023 8 പേർ, 2024 20ഉം 2025 14 പേരും അയോഗ്യരായി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കൂറുമാറിയവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കാൻ പോകുന്ന അംഗങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ കൂറുമാറി അധികാരത്തിന് വേണ്ടി കൂറുമാറുന്ന വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ ആയിരിക്കരുതെന്നുള്ളൊരു അയോഗ്യരാക്കപ്പെട്ടവരുടെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അയോഗ്യരാക്കപ്പെട്ടവർക്ക് 6 വർഷം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനാവില്ല. തെരഞ്ഞെടുപ്പ് ചെലവ് സമർപ്പിക്കാത്ത കാരണത്തിന് 2020 ശേഷം ആരെയും അയോഗ്യരാക്കിയിട്ടില്ലെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. റഹീസ് ചെന്നൈയിൽ നിന്ന് ഒരു അപ്ഡേഷൻ തരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈദ്യപരിശോധനയ്ക്കായി കിൽപോക്ക് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. SP ശശിധരൻ പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസിൽ തുടരുകയാണ്. കോഴിക്കോട് കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് എന്ന അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ സംഘർഷത്തിന് പിന്നിൽ സീക്രട്ട് ഗ്രൂപ്പ് പ്രവർത്തിച്ചുവെന്ന് പോലീസ്. ഗൂഢാലോചന നടന്നെന്നും കൂടുതൽ അറസ്റ്റുകൾ വേണ്ടിവരുമെന്നും SP തവോഷ് ബസുമാതാരി 24 പറഞ്ഞു. SDPI പങ്ക് അന്വേഷണ പരിധിയിലുണ്ടെന്നും SP വ്യക്തമാക്കുന്നു. അതേസമയം വീടുകളിൽ പോലീസിന്റെ നരനായാട്ടാണ് നടക്കുന്നതെന്ന് കുടുംബങ്ങളുടെ ആരോപണം. സമരക്കാർക്ക് പിന്തുണയുമായി UDF നേതാക്കളും താമരശ്ശേരിയിലെത്തി. ആക്രമണത്തിൽ ഇന്ന് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫ്രഷ് കട്ട് അക്രമം ഗൂഢാലോചനയെ തുടർന്നുള്ള ആസൂത്രിത ആക്രമണമാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വർഷങ്ങളായി സമാധാനപരമായി നടക്കുന്ന സമരം അക്രമത്തിലേക്ക് എത്തിക്കുന്നതിനു പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. SP തബോഷ് ബസുമിതാരെ 24 പറഞ്ഞത് നിർണായക വിവരങ്ങൾ. ഇവരെ പ്രവർത്തിക്കുന്ന സീക്രട്ട് ഗ്രൂപ്പുകളുണ്ട്, അതിലേക്ക് എത്തിക്കണം. എനിക്ക് തോന്നുന്നു 5-6 അറസ്റ്റുകളുണ്ട്, കുറച്ച് നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട് റൈറ്റിംഗ് കേസിൽ. ഇനി നമുക്ക് ഇവരെ ഒളിവിലായതുകൊണ്ട് കുറച്ച് ഡീപ്പായിട്ട് ടാർഗറ്റഡ് അപ്രോച്ച് ചെയ്യാം. ഗൂഢാലോചനയും SDPI പങ്കും കണ്ടെത്താൻ ശാസ്ത്രീയ അന്വേഷണം നടത്തുകയാണ് SIT. ഇതിൽ സൈബർ തെളിവുകൾ ഏറെ നിർണായകമാണ്. ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ജില്ലയ്ക്ക് പുറത്തുനിന്നും ആക്രമണത്തിന് ആളെ എത്തിച്ചെന്നും പോലീസ് കണ്ടെത്തി. ഇന്ന് UDF ജില്ലാ നേതാക്കൾ പ്രദേശം സന്ദർശിച്ചു. പോലീസ് അന്വേഷിക്കട്ടെ. ഞങ്ങൾക്കും അഭിപ്രായമുണ്ട് സമരത്തിൽ ആർക്കും അടിച്ചു കയറുന്നില്ല. കാരണം ഇന്ന് വരെ നടന്ന സമരത്തിൽ അക്രമം ഉണ്ടായിട്ടില്ല. 6 കൊല്ലമായി ഈ സമരത്തിൽ അക്രമം ഉണ്ടാക്കിയതാണെന്ന് അന്വേഷിക്കണമെന്ന് ഞങ്ങളുടെ നിലപാട്. ഇവിടുത്തെ ജീവിത വഴി തന്നെ മുട്ടിയിരിക്കുകയാണ്. പോലീസ് വീടുകളിലെത്തി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പരിശോധന നടത്തുന്നുവെന്ന് കുടുംബം ആരോപിച്ചു. ഈ ആണുങ്ങൾ ഇല്ലാത്ത സമയത്താണ് ഈ പോലീസുകാർ ഇങ്ങനെ വന്ന് നെരുങ്ങുന്നത്. രാവിലെ പറ്റുന്നില്ല, ഇവരെ നരനായായിട്ട് നടത്തുകയാണ് രാവിലെ. പ്രശ്നപരിഹാരത്തിനായി കലക്ടർ ഇക്കാര്യത്തിൽ ബുധനാഴ്ച യോഗം വിളിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. PM ശ്രീ പദ്ധതിയിൽ CPIMന്റെ സമവായ നീക്കങ്ങൾ പാളി. MN സ്മാരകത്തിലെത്തി മന്ത്രി V ശിവൻകുട്ടി നടത്തിയ അനുനയ ചർച്ച ഫലം കണ്ടില്ല. സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന പ്രശ്നമല്ലെന്ന് മന്ത്രി GR അനിൽ. പരസ്പരം കാര്യങ്ങൾ പറഞ്ഞെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് തീരുമാനങ്ങളെടുക്കും. അതിലൊന്നും അങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന വിഷയങ്ങളല്ലല്ലോ. പ്രശ്നം കേരളത്തിൽ തീർക്കട്ടെ എന്ന് D രാജയോട് MABB. പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും. രമ്യമായ പരിഹാരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ കണ്ടെത്താൻ കേരളത്തിലെ CPIയുടെയും CPIMന്റെയും നേതൃത്വത്തെ ഞങ്ങൾ സഹായിക്കണം. CPIM കേന്ദ്ര നേതൃത്വം കൈയൊഴിഞ്ഞെന്ന് CPI നേതാവ് K പ്രകാശ് ബാബു പ്രകടിപ്പിച്ചതായിട്ടാണ് എനിക്കതിൽ നിന്ന് തോന്നുന്നത്. ഇല്ലെങ്കിൽ അങ്ങനൊരു നിസ്സഹായ അവസ്ഥ അല്ല D രാജ ആ വിഷയത്തിൻ്റെ ഗൗരവം പറഞ്ഞപ്പം പ്രകടിപ്പിക്കേണ്ടത്. അടുത്ത മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുന്ന LDF കൺവീനർ TP രാമകൃഷ്ണൻ 24 PM ശ്രീയിലെ CPI എതിർപ്പിനിടെ തുടർ നീക്കങ്ങൾക്ക് വേഗം കുറച്ച് വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂളുകളുടെ പട്ടിക ഉടൻ കേന്ദ്രത്തിന് കൈമാറില്ല. കേരളത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ട MOU ആണിതെന്ന് പ്രതിപക്ഷ നേതാവ്.
വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് ASF, AYF പ്രതിഷേധ മാർച്ച് നടത്തി. CPI പോലെ ഇത്രയും നിലപാടില്ലാത്തൊരു പാർട്ടി ഈ രാജ്യത്ത് വേറെ ഉണ്ടോ? CPI എപ്പോഴും കുറയ്ക്കും, പക്ഷെ കടിക്കില്ല. CPIക്കുള്ള ഒരു ഏറ്റവും വലിയ ഗുണം അതാണ്. CPI എന്തെല്ലാം കാര്യങ്ങളിൽ നിലപാട് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം പിണറായി വിജയന്റെ അന്ത്യശാസനത്തിന് അല്ലെങ്കിൽ ഉഗ്രശാസനത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്ന സമീപനമാണ് ബിനോയ് വിശ്വത്തിനുള്ളത്. കെ സുരേന്ദ്രന്റെ വാക്കുകൾ വാപോയ കോടാലി എന്ന CPI കേന്ദ്ര സെക്രട്ടറി അംഗം കെ പ്രകാശ് ബാബു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സുപ്രധാന വഴിത്തിരിവ്. ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ സ്വർണം കണ്ടെത്തി പോറ്റിയെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിച്ച് തെളിവെടുക്കുകയാണിപ്പോൾ. ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ 400 ഗ്രാം സ്വർണം കർണാടകയിലെ ബെല്ലാരിയിലെ വ്യാപാരിയുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത SIT അറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞെന്ന് ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ. കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ ഈ മാസം 28-ന് ഹാജരാക്കാൻ കോടതി ഉത്തരവ്. മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ കളിക്കില്ല. സ്ഥിരീകരിച്ച് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ. മത്സരത്തിന് കേരളം സജ്ജമല്ലെന്ന് അർജന്റീനയിലെ മാധ്യമങ്ങൾ. നവംബറിൽ അങ്കോളയിൽ മാത്രമാണ് മത്സരമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. സംസ്ഥാന സർക്കാർ എല്ലാ ശ്രമവും നടത്തിയെന്ന് കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ. നേരത്തെ പറഞ്ഞത് ഉണ്ടാക്കി ചോദിച്ചു എന്നുള്ളതാണ്. ഈ അടുത്ത വിൻഡോയിലാണ് കേരളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞ ഞാനല്ല, സ്പോൺസറാണ്. ആ ചോദ്യം ചോദിക്കാൻ എന്നോട് വർത്താനം പറയാന് മറ്റേ ഭാഷ നിങ്ങൾ തോന്നുന്ന മാതിരി പറയണ ഉത്തരം പറയാൻ എന്റെ ജോലിയല്ല. പ്രത്യേകിച്ച് 24 പറയാണ്, നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എന്റെ. ഉത്തരമുട്ടിയപ്പോൾ മാധ്യമങ്ങളുടെ ക്ഷുഭിതനായി വി അബ്ദുൾ റഹ്മാൻ. മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി KUWJ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. കേരളത്തിന് ആശങ്കയായി പൊള്ളാച്ചി ആളിയാർ ഡാമിന് സമീപത്ത് തമിഴ്നാടിന്റെ പുതിയ അണക്കെട്ട് വരുന്നു. 11,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപന ബജറ്റിലുണ്ട്. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. ചിറ്റൂർ പുഴയിലേക്കുള്ള ഒഴുക്ക് നിലയ്ക്കുമോ എന്ന ആശങ്ക. നിയമ നടപടിക്ക് കേരള സർക്കാർ ഒരുങ്ങുന്നു. 2.5 തമിഴ്നാട് എപ്പോഴും കരാർ ലംഘിക്കുകയാണ്. അൺകൺട്രോൾ ഫ്ലഡ് വാട്ടറും കരാർ പ്രകാരം നമുക്ക് കിട്ടേണ്ടതാണ്. ആ അൺകൺട്രോൾ വാട്ടർ ഇപ്പോൾ തടഞ്ഞിട്ട് അവരെടുക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാരതപ്പുഴ പുഴയല്ലാത്തൊരു സ്ഥിതിയിലെത്തും. നിയമപരമായ നടപടി എടുക്കാൻ വേണ്ടി നമ്മൾ ഇറിഗേഷൻ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാക് അതിർത്തിയിൽ നിർണായക സൈനികാഭ്യാസ പ്രകടനത്തിനൊരുങ്ങി ഇന്ത്യ. ഗുജറാത്തിലെ സർക്രീക്ക് മുതൽ രാജസ്ഥാനിലെ ധാർ മരുഭൂമി വരെ 10 ദിവസം നീളുന്ന അഭ്യാസം വ്യാഴാഴ്ച മുതൽ. വ്യോമപാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി പാകിസ്ഥാൻ. തൃശൂൽ എന്ന് പേരിട്ട അഭ്യാസ പ്രകടനത്തിൽ 3 സേനാ വിഭാഗങ്ങളും അണിനിരക്കും. കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ സംഘർഷത്തിന് പിന്നിൽ സീക്രട്ട് ഗ്രൂപ്പ് പ്രവർത്തിച്ചെന്ന് പോലീസ്. ഗൂഢാലോചന നടന്നെന്നും കൂടുതൽ അറസ്റ്റുകൾ വേണ്ടിവരുമെന്നും SP തപോഷ് ബസുമതാരി 24-നോട്. സീക്രട്ട് ഗ്രൂപ്പ് ഡെഫിനറ്റ്ലി അന്നേ ദിവസം കുറെ മെസ്സേജ് ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവരെ പ്രവർത്തിക്കുന്ന സീക്രട്ട് ഗ്രൂപ്പുകളുണ്ട്, അതിലേക്ക് എത്തിക്കണം. എനിക്ക് തോന്നുന്നു 5-6 അറസ്റ്റുകളുണ്ട്, കുറച്ച് നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട് റൈറ്റിംഗ് കേസിൽ. കട്ടിപ്പാറ സംഘർഷത്തിൽ 3 പേർ കൂടി പിടിയിലായി. കട്ടിപ്പാറ സന്ദർശിച്ച UDF സംഘം. പോലീസിനെതിരെ വിമർശനവുമായി നേതാക്കൾ. അച്ചടക്ക നടപടി നേരിട്ട DYFI മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി NV വൈശാഖനെ ഏരിയ കമ്മിറ്റി അംഗമാക്കിയ CPIM. കൊടകര ഏരിയ കമ്മിറ്റി ഉൾപ്പെടുത്തി. തീരുമാനം. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പങ്കെടുത്ത യോഗത്തിൽ. DYFI ജില്ലാ സെക്രട്ടറിയായിരിക്കെ NV വൈശാഖിനെതിരെ അച്ചടക്ക നടപടിയെടുത്തത് സഹപ്രവർത്തകയായ വനിതാ അംഗം നൽകിയ പരാതിയിൽ. രാജ്യത്തിന് നാണക്കേട്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് നേരെ ലൈംഗിക അതിക്രമം. 2 താരങ്ങളെ ബൈക്കിൽ പിന്തുടർന്ന് ആക്രമിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായി. അറസ്റ്റിലായത് പ്രദേശവാസിയായ അക്വിൽ ഖാൻ എന്ന യുവാവ്. ദൗർഭാഗ്യകരമായ സംഭവമെന്ന് BCCI. പോലീസിന്റെ സഹായം തേടിയെന്ന് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം സുരക്ഷാ ഉദ്യോഗസ്ഥൻ. കേരള സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ മീറ്റ് റെക്കോർഡുകളുടെ പെരുമഴ. മലപ്പുറത്തിന്റെ ആദിത്യ GK ട്രിപ്പിൾ, അതുലിനും സഞ്ജയ്ക്കും ദേവനന്ദയ്ക്കും സ്പ്രിന്റ് ഡബിൾ. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരത്തിന്റെ കുതിപ്പ് തുടരുകയാണ്. ഇരട്ട സ്വർണം നേടിയ ദേവനന്ദയ്ക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. 24 ഇംപാക്ട്.
24 ബ്രേക്കിംഗ്. തിരുവനന്തപുരം ബ്രൈമൂർ എസ്റ്റേറ്റിലെ വനം കൊള്ളയിൽ നടന്നത് ഉന്നത ഗൂഢാലോചന. മുൻ റേഞ്ച് ഓഫീസർക്ക് കൈക്കൂലിയായി 10 ലക്ഷം രൂപ നൽകിയെന്ന് കരാറുകാരൻ 24നോട്. കൊച്ചിക്കുള്ള റിയാസിൻ്റെ സഹായത്തോടുകൂടി ചന്ദന മരങ്ങളും മറ്റുള്ള മരങ്ങളും അവിടെ നിന്ന് മുറിച്ച് മൂട് സഹിതം അവിടെ നിന്ന് കടത്തുന്നുണ്ട്. കടത്തിക്കൊണ്ട് അത് ഞാൻ എതിർത്തു. അങ്ങനെ എതിർത്തപ്പോഴാണ് എനിക്ക് അവിടെ ഒരു ഭീഷണി, വധഭീഷണിയും മറ്റു ഭീഷണികളും പെടുത്തിയത്. ചന്ദന മരങ്ങളാണ് ഇവർ കൂടുതലും മുറിച്ചിരിക്കുന്നത്. മരം മുറിക്കാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി കരാറിൽ പങ്കാളിയായി. തടികടത്താൻ ഉദ്യോഗസ്ഥരുടെ പിന്തുണ കിട്ടി. ചന്ദന മരങ്ങൾ മുറിച്ച ശേഷം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും കണ്ടെത്തൽ. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിയുടെ വിമർശനം തള്ളി കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ. നിയമനങ്ങളിൽ ബാഹ്യ ഇടപെടൽ ഇല്ലെന്ന് ഡോക്ടർ ആർ അനന്തകൃഷ്ണൻ. കലാരംഗത്ത് മികച്ചു നിൽക്കുന്നവരെ അധ്യാപകരായി കൊണ്ടുവരാനാണ് ശ്രമിച്ചതെന്നും വൈസ് ചാൻസലർ. സുതാര്യമായ ഒരു അപ്പോയിൻമെൻറ്റുകളായാലും എല്ലാം തന്നെ വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കൈകാര്യം ചെയ്യുന്ന കലകളിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള എമിനൻ്റായിട്ടുള്ള, അതായത് ബ്രില്യൻ്റായിട്ടുള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതും. വിശദീകരണം. ജീവനക്കാരുടെ വിദ്യാഭ്യാസ കുറവ് കലാമണ്ഡലത്തെ പ്രതിസന്ധിയിലാക്കിയെന്ന ചാൻസലറുടെ വിമർശനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വടക്കൻ കേരളത്തിൽ നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ആന്ധ്ര, ഒഡീഷ തീരങ്ങളിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുണ്ട്. നേതൃത്വവുമായി ഇടഞ്ഞ മുതിർന്ന CPM നേതാവ് ജി സുധാകരനെ സർക്കാർ പരിപാടിയിലേക്ക് ക്ഷണിച്ച് പൊതുമരാമത്ത് വകുപ്പ്. ആലപ്പുഴ നാലുചിറ പാലം ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിച്ചു. പുതിയ പാലത്തിന്റെ ഉദ്ഘാടനം ഈ തിങ്കളാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കും. പദ്ധതിക്ക് തുടക്കമിട്ടത് ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കെ. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിക്കാതെ ജി സുധാകരൻ. ഇന്ത്യ US വ്യാപാര കരാറിൽ തിടുക്കത്തിൽ തീരുമാനമുണ്ടാകില്ലെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സമയപരിധി നിശ്ചയിച്ചുള്ള അതിവേഗ നടപടികൾ ഉണ്ടാകില്ല. ദീർഘകാല അടിസ്ഥാനത്തിലാണ് ഇന്ത്യ തീരുമാനങ്ങൾ എടുക്കുകയെന്നും പീയൂഷ് ഗോയൽ. കരാറിൽ ധാരണയായാൽ തീരുവ 15% കുറയുമെന്ന റിപ്പോർട്ടുകൾ. നവംബർ പകുതിയോടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുത്തനെ കുറയ്ക്കാൻ ഇന്ത്യൻ കമ്പനികൾ തീരുമാനിച്ചതായും സൂചന. ഇടുക്കിയിൽ വയോധികനെ പിതൃ സഹോദരി ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി. മരിച്ചത് അന്യാർതൊള്ളു സ്വദേശി സുകുമാരൻ. കൊടും ക്രൂരത സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ. കോട്ടയത്ത് അച്ഛനും മകനും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു. ചേന്നമംഗലം കൂട്ടക്കൊലപാതകത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചു. അഡ്വക്കേറ്റ് ശ്രീറാം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആകുന്നു. വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കും. 3 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസി ഋതു ജയൻ ഏക പ്രതിയാണ്. കർണാടകയിലെ ബേഗൂരിൽ വാഹനാപകടത്തിൽ മലയാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് വയനാട് സ്വദേശികൾ. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടം കാറും ലോറിയും കൂട്ടിയിടിച്ച്. മലേഷ്യൻ യാത്ര കഴിഞ്ഞ് ബംഗളൂരുവിൽ വിമാനമിറങ്ങിയ സംഘം നാട്ടിലേക്ക് തിരികെ വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. കരുനാഗപ്പള്ളിയിൽ അതിഥി തൊഴിലാളിയായ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം. യുവതി ആക്രമിച്ചത് പിഞ്ചു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ ശേഷം. ദുരനുഭവം നേരിട്ടത് റെയിൽവേ കരാർ തൊഴിലാളിയായ ആന്ധ്ര സ്വദേശിനിക്ക്. പ്രതി സേവലക്കര പാലക്കൽ സ്വദേശി സാലിക് പിടിയിലായി. ഈരാറ്റുപേട്ട ടീക്കോയിൽ വീടിന് തീപിടിച്ച് വൻ നാശനഷ്ടം. കത്തി നയിച്ചത് തീക്കോയി സ്വദേശി കിരിയാനിക്കൽ സാബുവിന്റെ വീട്. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. വീട്ടിലെ മുഴുവൻ ഉപകരണങ്ങളും കത്തി നയിച്ചു. ഈരാറ്റുപേട്ട ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മലപ്പുറം പാണ്ടിക്കാട് പ്രവാസി വ്യവസായി തട്ടിക്കൊണ്ടുപോയ കേസിൽ മുഖ്യ ആസൂത്രകൻ ഉൾപ്പെടെ 5 പേർ പിടിയിലായി. അറസ്റ്റിലായത് ചാവക്കാട് അകലാട് പാവറട്ടി സ്വദേശികൾ. കേസിൽ ഇതുവരെ പിടിയിലായവരുടെ എണ്ണം 16ആയി. പാണ്ടിക്കാട് സ്വദേശിയെ പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ഓഗസ്റ്റ് 12-ാം തീയതി. കണ്ണൂർ പെരിങ്ങോം മുളപ്രയിലെ ചാക്കോച്ചൻ വധക്കേസിൽ ഒരു ഭാര്യ റോസമ്മയ്ക്ക് ജീവപര്യന്തം തടവ്. വിധി പറഞ്ഞത് തളിപ്പറമ്പ് സെഷൻസ് കോടതി. കൊലപാതകത്തിൽ കലാശിച്ചത് ചാക്കോച്ചന്റെ പേരുള്ള വസ്തു എഴുതി നൽകണമെന്ന ആവശ്യത്തെ തുടർന്നുണ്ടായ തർക്കം. ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം റോഡിൽ ഉപേക്ഷിച്ചെന്ന പ്രോസിക്യൂഷൻ. ഭർത്താവ് ചാക്കോച്ചനെ റോസമ്മ തലക്കടിച്ച് കൊന്നത് 2013 ജൂലൈയിൽ.
പ്രധാനമന്ത്രിയായി ബെഞ്ചമിൻ നെതന്യാഹു തുടരുന്നതിൽ ഇസ്രയേലിലെ ഭൂരിപക്ഷം പേർക്കും താല്പര്യമില്ലെന്ന് സർവേ റിപ്പോർട്ട്. പുറത്തു വന്നത് ഇസ്രയേൽ മാധ്യമമായ ചാനൽ 12 നടത്തിയ സർവേ ഫലം. നെതന്യാഹുവിനെ എതിർത്തത് 52% പേർ, 42% ആളുകൾ അനുകൂലിച്ചു. സർവേ ഫലം പുറത്തു വന്നത് വെസ്റ്റ് ബാങ്കിലേക്ക് അനധികൃത കുടിയേറ്റം അനുവദിക്കാനുള്ള നിയമം ഇസ്രയേൽ പാർലമെന്റ് അംഗീകരിച്ചതിന് പിന്നാലെ. മലപ്പുറം കരിങ്കല്ലത്താണിയിൽ വൃദ്ധന് ക്രൂരമർദ്ദനം. താഴേക്കോട് സ്വദേശിയായ ഹംസയെ ആക്രമിച്ചത് കാലിൽ ചവിട്ടി യുവാവിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മൂക്കിന്റെ എല്ല് പൊട്ടിയ ഹംസ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. പ്രതി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. ചാലക്കുടി അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ KSRTC ബസ്സുകൾ തുടർച്ചയായി നിയമലംഘനം നടത്തുന്നുവെന്ന് വനംവകുപ്പ്. നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ച് KSRTCക്ക് നോട്ടീസ് നൽകി. നടപടി വന്യമൃഗങ്ങളെ കാണിക്കാൻ ബസ് നിർത്തുന്നത് ചൂണ്ടിക്കാണിച്ച് യാത്രക്കാർക്ക് ചിത്രങ്ങൾ പകർത്താൻ സൗകര്യം ചെയ്തു നൽകിയാൽ കേസെടുക്കുമെന്ന് വനംവകുപ്പിന്റെ മുന്നറിയിപ്പ്. ചാലക്കുടി ATOയ്ക്ക് നോട്ടീസ് നൽകിയത് ഷോളയാർ റേഞ്ച് ഓഫീസർ. പാലക്കാട്ട് വൻ കുഴൽപ്പണവേട്ട. ഒറ്റപ്പാലത്തേക്ക് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 2,30,00,000 രൂപ പിടിച്ചെടുത്തു. 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ പിടിയിലായത് നൂറണി സ്വദേശികളായ കൃഷ്ണൻ, ഹാരിസ് എന്നിവർ. ഒരു തവണ ഉപയോഗിച്ച എണ്ണ വീണ്ടും പാചകത്തിന് ഉപയോഗിക്കുന്നതിന് എതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. പാചക എണ്ണയുടെ ആവർത്തിച്ചുള്ള വ്യാപക ഉപയോഗം ആശങ്കാജനകമെന്ന കമ്മീഷൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയോട് റിപ്പോർട്ട് തേടി. അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. ഇടപെടൽ മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ. ജിംനേഷ്യത്തിലെ വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചത് പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി രാമചന്ദ്രൻ. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് വർക്കൗട്ട് ചെയ്ത് വീട്ടിലെത്തിയതിന് പിന്നാലെ. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൊസാംബിക്കിലെ ബെയ്റ തുറമുഖത്തിന് സമീപമുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച ശ്രീരാഗിന് ജന്മനാട് വിട നൽകി. കൊല്ലം തേവലക്കരയിലെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ച ആയിരങ്ങൾ. എണ്ണ ടാങ്കറിലേക്ക് ജീവനക്കാരെ കൊണ്ടുപോയ ലോഞ്ച് ബോട്ട് മറിഞ്ഞ് അപകടമുണ്ടായത് ഈ മാസം 16-ാം തീയതി. ശ്രീരാഗിന്റെ മൃതദേഹം കണ്ടെത്തിയത് തെരച്ചിൽ തുടങ്ങി 4-ാം ദിവസം. ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിൽ കൊച്ചി രൂപതയുടെ പുതിയ ബിഷപ്പ്. വത്തിക്കാനിൽ ലിയോ 14 മാർപ്പാപ്പ പ്രഖ്യാപനം നടത്തി. കേരളത്തിലെ പ്രഖ്യാപനം ഫോർട്ട് കൊച്ചി ബിഷപ്പ് ഹൗസിലെ ചാപ്പലിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നിർവഹിച്ചു. നിലവിൽ കൊച്ചി രൂപത കോടതിയുടെ ജുഡീഷ്യൽ വികാറാണ് ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിൽ. കലിംഗ് സംവാദത്തിന് പിന്നാലെ പുതിയ ജനകീയ പരിപാടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. SG കോഫി ടൈംസ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് ആദ്യഘട്ടം തൃശൂർ അയ്യന്തോളിലും പുതൂർക്കരയിലും. പുതിയ നീക്കം കലിംഗ് സംവാദത്തിലെ വിവാദങ്ങൾ തിരിച്ചടിയായെന്ന് BJPക്കുള്ളിൽ തന്നെ വിമർശനം ശക്തമായതിന്റെ പശ്ചാത്തലത്തിൽ. മറ്റു ചില വാർത്തകളിലേക്ക് വിശദമായി കടക്കുന്നു. 24-ന്റെ പ്രതിനിധി സമീർ ബിൻ ഖരീമിനെ അധിക്ഷേപിച്ച മന്ത്രി V അബ്ദുറഹ്മാന്റെ പ്രതികരണത്തിൽ വിമർശനവുമായി കേരള പത്രപ്രവർത്തക യൂണിയൻ. മാധ്യമപ്രവർത്തകരെ പൊതുവേദിയിൽ അവഹേളിക്കുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് മന്ത്രിയിൽ നിന്നുണ്ടായതെന്ന് KUWJ പ്രസ്താവനയിൽ പറഞ്ഞു. വിഷയത്തിൽ മലപ്പുറം പ്രസ് ക്ലബ്ബും പ്രതിഷേധിച്ചു. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, വിശദാംശങ്ങൾ. മന്ത്രിയുടെ അധിക്ഷേപം കുറച്ച് അതിര് കടന്നു എന്ന് നമുക്ക് മനസ്സിലായി. വിവരങ്ങൾ. SK അക്ഷരാർത്ഥത്തിൽ മന്ത്രിയുടെ അധിക്ഷേപം അതിര് കടന്നതാണ്. കേരളത്തിൻ്റെ കായിക മന്ത്രിമാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്ര മ്ലേച്ഛമായി മാധ്യമപ്രവർത്തകരോട് പെരുമാറിയ ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ല. 1ാം പിണറായി സർക്കാരിൽ EP ജയരാജനായിരുന്നു കായിക മന്ത്രി. വളരെ മാന്യമായി മാത്രം, എത്ര പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ പോലും അദ്ദേഹം മാന്യമായി മാത്രം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് മെസ്സിയുടെ വിഷയത്തിൽ ചോദിച്ചപ്പോഴാണ് വളരെ പക്വതയോടെയാണ് നമ്മുടെ ചെറുപ്പക്കാരനായ മാധ്യമപ്രവർത്തകൻ, നമ്മുടെ 24-ന്റെ മലപ്പുറം റിപ്പോർട്ടർ സമീർ ബിൻ കരീം മന്ത്രിയോട് ചോദിക്കുന്നത്. അതായത് നവംബർ വിൻഡോയിൽ കേരളത്തിലേക്ക് കളിക്ക് മെസ്സി എത്തുന്നില്ലല്ലോ എന്ന ചോദ്യമാണ് അദ്ദേഹത്തെ പ്രകോപിതനാക്കുന്നത്. പൊതുവിൽ മന്ത്രിയോട് മെസ്സി എന്ന് പറഞ്ഞാൽ പ്രകോപിതനാകുന്ന സ്വഭാവമുണ്ട്. അത് മുൻപും പല മാധ്യമപ്രവർത്തകർക്കും അനുഭവമുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ഉപയോഗിച്ച പദം സാധാരണഗതിയിൽ ഒരു CPIM മന്ത്രിയോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ ഉപയോഗിക്കാത്തതാണ്. മറ്റേ ഭാഷ നിന്നോട് ഉപയോഗിക്കേണ്ടി വരുമെന്നുള്ളതാണ് മന്ത്രി അർത്ഥമാക്കിയ മറ്റേ ഭാഷ
ഭാഷ എന്ന് പറഞ്ഞാൽ തെറിയാണോ അതോ കായികമായി നേരിടലാണോ എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ്. കാരണം ഒരു മാധ്യമപ്രവർത്തകൻ, അതും ഈ സമീർ ബിൻ കരീമിനെ മന്ത്രിക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അയാൾ പരിചയമുള്ള ഒരു പരിചയസമ്പന്നതയുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം മെസ്സി വരുന്നതിനെക്കുറിച്ച് സ്വാഭാവികമായും കായിക മന്ത്രിയോട് ചോദിക്കും. കാരണം കായിക മന്ത്രി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാളായി മുൻനിരയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമാണ്. അങ്ങനെ മലപ്പുറത്തെ മാധ്യമപ്രവർത്തകർ ഒരുമിച്ച് ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ പ്രകോപിതനായാണ് മറ്റേ ഭാഷ നിന്നോട് പ്രയോഗിക്കേണ്ടി വരും, നിന്നോട് പറയേണ്ടി വരും എന്ന് കായിക മന്ത്രി പറഞ്ഞത്. അതിലാണിപ്പോൾ പത്രപ്രവർത്തക യൂണിയൻ മന്ത്രി മര്യാദയ്ക്ക് പെരുമാറണം എന്ന പ്രസ്താവന കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും പ്രസിഡന്റ് KP റജിയും സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ മലപ്പുറം പ്രസ് ക്ലബും പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. SKN ഒരു കാര്യം വ്യക്തം, മെസ്സി എന്ന് കേട്ടാൽ മന്ത്രിക്ക് അരോചകമായി തോന്നുന്നു, മന്ത്രിയുടെ സമനില തെറ്റുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് മറ്റേ ഭാഷ എന്നൊക്കെ നമ്മുടെ റിപ്പോർട്ടർക്ക് നേരെ ആക്രോശിക്കാൻ, അധിക്ഷേപിക്കാൻ മന്ത്രി തയ്യാറായത് എന്ന് നമ്മൾ കരുതേണ്ടി വരും. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മെസ്സി വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് നടന്ന മന്ത്രിയോടിന്ന് അസുഖകരമായ ചോദ്യങ്ങൾ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് മന്ത്രിക്ക് കാലിളകി മന്ത്രി മറ്റേ ഭാഷ ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞത്. മന്ത്രിയോട് ഞങ്ങൾ മാന്യമായൊരു കാര്യം പറയാം, മന്ത്രി പറയുന്നതിനപ്പുറം കടന്ന് പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന ഉത്തരവാദപ്പെട്ടൊരു മാധ്യമത്തിലായതുകൊണ്ട് ഞങ്ങൾ മറുപടി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മന്ത്രി അബ്ദുറഹ്മാനെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഇരിക്കുന്ന കസേര ഒരു മന്ത്രിയുടേതാണ് എന്ന് ഓർമ്മിച്ചോളണം, അല്ലാതെ ഒരു തെരുവ് ഗുണ്ടയുടേതല്ല എന്ന് താങ്കൾ മനസ്സിലാക്കുന്നത് താങ്കൾക്കും നല്ലത്, ഈ മന്ത്രിസഭയ്ക്കും നല്ലത്. മറ്റൊരു വാർത്തയിലേക്ക്. മുതിർന്ന CPIM നേതാവ് G. സുധാകരനെതിരായ സൈബർ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തു. പുന്നപ്ര പോലീസാണ് കേസെടുത്തത്. അമ്പലപ്പുഴ DYSPക്ക് G. സുധാകരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ആലപ്പുഴയിൽ നിന്ന് ശ്യാംകുമാർ ടെലിഫോണിൽ. ശ്യാം, വിശദാംശങ്ങൾ. SKN G. സുധാകരൻ അമ്പലപ്പുഴ DYSPക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് G. സുധാകരൻ അയച്ചത് എന്ന പേരിൽ ഒരു കവിത സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അതിന്റെ പേരിൽ G. സുധാകരനെതിരായിട്ട് വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയും ചെയ്തിരുന്നു. ഇതിലായിരുന്നു അദ്ദേഹം പരാതി നൽകിയിരുന്നത്. ഈ പരാതി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ പോലീസ് പുന്നപ്ര പോലീസിനോട് കേസെടുക്കാനായിട്ട് അമ്പലപ്പുഴ DYSP നിർദ്ദേശിച്ചിരിക്കുന്നത്. സൈബർ നിയമങ്ങൾ പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. G. സുധാകരൻ പറഞ്ഞിരുന്നത് പോലെ ആ അധിക്ഷേപം നടത്തുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തവരെ കണ്ടെത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. SKN സഹപ്രവർത്തകരുടെ പരാതിയിൽ അച്ചടക്ക നടപടി നേരിട്ട അഡ്വക്കേറ്റ് NV വൈശാഖനെ ഏരിയ കമ്മിറ്റി അംഗമാക്കി CPM. കൊടകര ഏരിയ കമ്മിറ്റി അംഗമായാണ് ചുമതല നൽകിയിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം CPM ജില്ലാ സെക്രട്ടറി ഏരിയ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. DYFI ജില്ലാ സെക്രട്ടറിയായിരിക്കെ സഹപ്രവർത്തകർ നൽകിയ പരാതിന്മേലായിരുന്നു NV വൈശാഖൻ അച്ചടക്ക നടപടി നേരിട്ടത്. DYFIയുടെ മുഴുവൻ ചുമതലയിൽ നിന്നും മാറ്റിയതിന് പിന്നാലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി. ഒരു മാസം മുമ്പ് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വൈശാഖനെ മടക്കിക്കൊണ്ടുവരണമെന്ന ആവശ്യമുയർന്നു. തുടർന്ന് കൊടകര ഏരിയ കമ്മിറ്റി അംഗമായി പരിഗണിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റിക്ക് വിടുകയായിരുന്നു. സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം അംഗീകരിച്ചതോടെ ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു റിപ്പോർട്ട് ചെയ്തു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പങ്കെടുത്ത കൊടകര ഏരിയ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനം റിപ്പോർട്ട് ചെയ്ത് വൈശാഖനെ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. വൈശാഖന്റെ ഭാഗം കേൾക്കാതെയാണ് നടപടിയെടുത്തതെന്നായിരുന്നു വൈശാഖനോട് അടുത്ത വൃത്തങ്ങളുടെ ആരോപണം. 24 തൃശൂർ. വിമർശനങ്ങൾക്കിടെ കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ചെന്നൈയിലെത്തിച്ച് കൂടിക്കാഴ്ച നടത്താൻ തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ നടൻ വിജയ്. അടുത്തയാഴ്ച മഹാബലിപുരത്താക്കും കൂടിക്കാഴ്ച. വിജയുടെ സംസ്ഥാന പര്യടനം ഉടൻ ആരംഭിക്കുമെന്ന് ഞങ്ങളുടെ ചെന്നൈ ബ്യൂറോ പറയുന്നു. ദുരന്തമുണ്ടായി ഒരു മാസമാകുമ്പോഴും വിജയ് കരൂരിൽ എത്തിയില്ല എന്ന വിമർശനം പാർട്ടിക്കുള്ളിലും പുറത്തും ശക്തമാകുന്നതിനിടയിലാണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ചെന്നൈയിലെത്തിക്കാൻ TVK തീരുമാനിച്ചത്. മഴ മാറി നിന്നാൽ തിങ്കളാഴ്ചയാകും കൂടിക്കാഴ്ച. ചെന്നൈയിലെത്താമെന്ന് ഭൂരിഭാഗം കുടുംബാംഗങ്ങളും സമ്മതിച്ചെന്നാണ് സൂചന. കരൂരിൽ ഹാൾ ലഭിക്കാത്തതാണ് സന്ദർശനത്തിന് തിരിച്ചടിയായതെന്ന് TVK വൃത്തങ്ങൾ പറയുന്നു. പല ഓഡിറ്റോറിയം ഉടമകളെയും DMK നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതായും ഇവർ ആരോപിക്കുന്നുണ്ട്. വിജയ് കരൂരിലേക്ക് പോകാതെ മരിച്ചവരുടെ കുടുംബങ്ങളെ ചെന്നൈയിലെത്തിക്കുന്ന നീക്കത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് എതിർപ്പുണ്ട്. ദുരന്തബാധിതരെ കണ്ടതിനു ശേഷം വിജയ് സംസ്ഥാന പര്യടനം പുനരാരംഭിക്കും. ഇതിനായി ഉടൻ പോലീസ് അനുമതി തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. 24 ചെന്നൈ. ഇനി നമ്മുടെ നാടിന് നാണക്കേട് ഉണ്ടാക്കിയ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമ്മുടെ ശിരസ് കുനിഞ്ഞു പോകുന്ന ഒരു നാണക്കേട് ആയി ഈ സംഭവം മാറി. മധ്യപ്രദേശിലാണ് ഈ സംഭവം. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കളിക്കാനെത്തിയ 2 ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് നേരെ മധ്യപ്രദേശിൽ ലൈംഗിക അതിക്രമം ഉണ്ടായി. ഇൻഡോറിൽ ടീം താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് കഫയിലേക്ക് പോകുമ്പോഴായിരുന്നു ബൈക്കിലെത്തിയ ആൾ അവരെ
കടന്നുപിടിക്കാൻ ശ്രമിച്ചത്. അക്രമിയെ ഉടൻ തന്നെ പോലീസ് പിടികൂടി. എന്നാലും രാജ്യത്തിന് വലിയ നാണക്കേടായി അന്തർദേശീയ തലത്തിൽ. രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് വ്യാഴാഴ്ച രാവിലെ ഇൻഡോറിലുണ്ടായത്. ടീം അംഗങ്ങൾക്കൊപ്പം റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ താമസിക്കുന്ന 2 വനിതാ താരങ്ങൾക്കു നേരെയാണ് അതിക്രമം. കഫേയിലേക്ക് പോകുമ്പോൾ ബൈക്കിൽ പിന്തുടർന്നെത്തിയ ആൾ കടന്നുപിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ടീം മാനേജർക്ക് താരങ്ങൾ അപകട സന്ദേശം അയച്ചു. സംഭവത്തിൽ ഓസ്ട്രേലിയൻ ടീം സുരക്ഷാ മാനേജർ ഡാനി സിമൺസ് MIG പോലീസിൽ പരാതി നൽകി. അന്വേഷണം ആരംഭിച്ച പോലീസ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് അക്രമിയെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തു. അഖിൽ ഖാൻ എന്നയാളാണ് അതിക്രമം നടത്തിയത്. ഇയാൾ സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. 24 ഡൽഹി. ഇനി തിരുവനന്തപുരത്ത് അരങ്ങേറുന്ന സ്കൂൾ കായികമേളയുടെ വിശേഷങ്ങൾ. കേരള സ്കൂൾ കായികമേള co-sponsored by Bima Jewels, Golden Super Surprise. നമുക്ക് സന്തോഷകരമായ ഒരു വാർത്ത വരികയാണ്. കേരള സ്കൂൾ കായികമേളയിൽ ഇരട്ട സ്വർണം നേടിയ ദേവനന്ദയ്ക്ക് പുതിയ വീട് നിർമ്മിച്ച് നൽകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ ദേവനന്ദയ്ക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് മന്ത്രി 24നോട് പറഞ്ഞത്. കായികമേളയിൽ മീറ്റ് റെക്കോർഡോടെ ഇരട്ട സ്വർണം നേടിയ ദേവനന്ദയ്ക്ക് നല്ലൊരു വീടില്ല എന്ന സങ്കടം 24 ആണ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പൻഡിക്സ് രോഗം തീർത്ത കഠിനമായ വേദന സഹിച്ചാണ് ദേവനന്ദ റെക്കോർഡിലേക്ക് ഓടിക്കയറിയത്. 200 മീറ്ററിൽ പുതിയ വേഗറാണിയായ ദേവനന്ദ 24നോട് പറഞ്ഞത് ഇത്ര മാത്രം. മോളെ വീട്ടിലെന്താ ബുദ്ധിമുട്ട്? വീടൊന്നും അങ്ങനെ ഇല്ല. എവിടെയാ സ്ഥലം? പേരാമ്പ്ര മമ്മിളിക്കുളം. അപ്പൊ ഒരു വീട് വേണം എന്നുള്ളതാണോ? ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ പുരോഗമിക്കവേ മന്ത്രി വി ശിവൻകുട്ടി എത്തി. മന്ത്രിക്ക് മുന്നിൽ ദേവനന്ദയെ ഞങ്ങൾ എത്തിച്ചു. ദേവനന്ദയുടെ നിസ്സഹായാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തി. ശ്രീകുട്ടി നമ്മുടെ അടുത്താണ് ആദ്യമായിട്ട് പറഞ്ഞത് ഈ ഒരു സംഭവം. എന്താണെന്ന് അവളൊരു അപേക്ഷ എനിക്ക് തരട്ടെ. പരിഗണിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ പരിഗണിക്കാൻ കഴിയുമെന്ന് നോക്കാം. വീട് സ്വന്തമായിട്ടില്ലെന്നാ പറയുന്നത്? വീട് സ്വന്തമായിട്ടാണ്, പക്ഷെ പഴയ വീടാണ്. പഴയ വീടാണ്. സ്ഥലം ഉണ്ടായിരിക്കും അല്ലേ? സ്ഥലമുണ്ട്. ഉടനെ മന്ത്രിയുടെ ഇടപെടൽ. പിന്നാലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആ ദൗത്യം ഏറ്റെടുത്തു. നമ്മുടെ കോഴിക്കോട് പേരാമ്പ്രയിലെ 2 സ്കൂൾ ഗെയിംസിൽ 2 സ്വർണം നേടിയ ഒരു കുട്ടിയുണ്ട്. ദേവനന്ദ എന്നാണ് പേര്. നമുക്ക് സ്കൗട്ട്സുകാർ ഒരു വീട് വെച്ച് കൊടുക്കും. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സുകാർ കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കും. മന്ത്രിയുടെ ഉറപ്പിൽ ദേവനന്ദയ്ക്കും അമ്മയ്ക്കും ആശ്വാസം. വളരെ സന്തോഷം. ദേവനന്ദ അല്പസമയം മുൻപാണ് 2ാം സ്വർണം നേടിയതിനു ശേഷം 24നോട് ഇത്തരത്തിൽ പറഞ്ഞത്. ആ പറഞ്ഞപ്പോൾ തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞു. ഉടൻ തന്നെ മന്ത്രി വിഷയത്തിൽ ഇടപെട്ടു. ഒരു വീടെന്ന ആ ഒരു സ്വപ്നം, അതിലേക്ക് എത്താൻ ദേവനന്ദയ്ക്ക് ഇനി സാധിക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഈ അത്ലറ്റിക്സ് ട്രാക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്തു തീർത്തിരിക്കുന്നു. ക്യാമറ പേഴ്സൺ സിറിലിനൊപ്പം റാഫി കരീം, 24. എന്തായാലും മന്ത്രിക്ക് ഒരു നല്ല സന്തോഷം ഞങ്ങൾ പറയുന്നു. ദേവനന്ദയ്ക്ക് ഒരു വീട് ഒരുങ്ങിയല്ലോ, നന്നായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.